വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്, അല്ലെങ്കിൽ ഒരു വളരെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഇൻക്വയറിയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൾസോ ടു അറൈവ് അറ്റ് എ കൺക്ലൂഷൻ. ഒരു കാര്യത്തിനെ ഒരു പ്രോപ്പർ ആയിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതിനെയും നമ്മൾ റിസർച്ച് എന്ന് പറയും. ഓർ എക്സ്പ്ലെയിൻ എ ഫിനോമിന ഇൻ എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. എക്സ്പ്ലെയിൻ എ ഫിനോമിന ഇൻ എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. ഒരു സംഭവത്തെ പുതിയ രീതിയിൽ വിവരിക്കുന്നതിനെയും നമ്മൾ, ഫോർ എക്സാമ്പിൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. നമ്മൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എടുക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിലെ റിസർച്ച് നമ്മൾ നേരത്തെ നടന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ നടന്നിരിക്കുന്ന പാസ്റ്റിലെ കുറെ കാര്യങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. പക്ഷെ അതില് ചെയ്യുന്നത് എക്സാക്ട്ലി എന്താണ്? ഇറ്റ്സ് എൻ എക്സ്പ്ലനേഷൻ ഓഫ് എ ഫിനോമിന ഓർ എ സ്പെസിഫിക് ഇവന്റ് ഇൻ എ ബെറ്റർ വേ, ഇൻ എ ഡിഫറെന്റ് വേ, ഇൻ എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. നമ്മൾ വായിച്ചിരിക്കുന്ന, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, നമ്മൾ ആളുകളിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ, ഇന്റർവ്യൂസിന്റെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് വി ആർ സ്ട്രക്ചറിങ് ഇറ്റ് ആൻഡ് ഗിവിംഗ് എ ബെറ്റർ എക്സ്പ്ലനേഷൻ ഫോർ എ ഫിനോമിന, ഗിവിംഗ് എ ബെറ്റർ എക്സ്പ്ലനേഷൻ ഫോർ എൻ ഇവന്റ്. അപ്പൊ നേരത്തെ നടന്നിരിക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ കുറെ ബുക്സുകൾ എഴുതി വെച്ചിരിക്കുന്നതിൽ വ്യത്യസ്തമായ ഒരു ആശയം തോന്നുമ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ് ശരിക്കും ഹിസ്റ്റോറിക്കൽ റിസർച്ച് ചെയ്യുന്നത്. So this is, we can call it as, it is arriving at a conclusion or finding out solutions to a problem or explaining a phenomena in a different perspective. അല്ലെ? ഇനി ഇതിലേക്ക് പോകുന്നതിന് മുന്നേ let me take a word file to write something. എന്താണ് ശരിക്കും എന്താണ് ശരിക്കും സൈക്കോളജിക്കൽ റിസർച്ചിന്റെ സിഗ്നിഫിക്കൻസ്? വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്? സൈക്കോളജിക്കൽ റിസർച്ചിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ സ്കോപ്പ് എന്താണ്? വാട്ട് ഇസ് ദ സ്കോപ്പ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്? വാട്ട് ഇസ് ദ സ്കോപ്പ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ചിന്റെ സ്കോപ്പ് എന്താണ്? വാട്ട് ആർ ദ ഏരിയാസ്? അല്ലെ, എന്തൊക്കെയാണ് ഏരിയാസ്? ദാറ്റ് ഈസ് വി കാൻ കോൾ ഇറ്റ് ആസ് ഏരിയാസ് ഓർ സ്കോപ്പ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്. സൈക്കോളജിക്കൽ റിസർച്ചിന്റെ ഏരിയാസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഏരിയാസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്? വാട്ട് ആർ ദ ഏരിയാസ്? എന്തൊക്കെ ഏരിയാസ് ഉണ്ട് സൈക്കോളജിക്കൽ റിസർച്ചിന്? എന്തൊക്കെ ഏരിയാസിൽ സൈക്കോളജിക്കൽ റിസർച്ച് ചെയ്യാം? എന്തൊക്കെ ഏരിയാസിൽ സൈക്കോളജി റിസർച്ച് ചെയ്യാം? Various concerns we have psychology. In psychology, various concerns we have. We have psychological problems. Psychological problems are concerns of research. Psychological problems is research. Psychological problems are about, there are many disorders, psychological disorders we have. There are syndromes, there are psychological syndromes. These are areas of research. Syndrome, I don't know exactly the name. Okay, yes. So psychological disorders and problems we are taking as research area. Psychological research, when it comes to a child development. Development is an area of research. Child development. In development, we have many areas. Development. Human development is an area. Human development. Human development is an area. Human. Initially, we are in the neonatal, newborn, infant, child, then adolescent, early young youth, then middle age, old age. This is about, we can call it as developmental stages or stages of development. This is the kind of research. Stages of development. Or stages of development, peculiarities research. Or stages of development, characteristics research. Other variations, other blocks and hindrances. This is psychology research. Then many other things are there, like physical development, emotional development, social development, cognitive development, moral development. Then we have intellectual. These are some of the areas of development through which we can have, or on which we can have research. These are the psychological research in the areas. Similarly, what else we have? The areas of development area. Then we have developmental stages. That's the take it to school. School education, educational psychology we have. Educational psychology is an area where we can
conduct research. There are many ideas like classroom. Related to classroom, we have many aspects of research. Climate of the classroom, classroom environment, classroom climate, teacher-people relationship, teacher-people relation. This is a kind of research. Then adjustment is one of the aspects in classroom. Classroom adjustment research in the areas. Classroom. Then interaction is one of the aspects. Interaction. Classroom interaction is another area that we can do research in psychology. Classroom interaction, teacher-people interaction, many things. Then what is peer belongingness, togetherness. ഇതെല്ലാം അതിൽ വരുന്ന ആസ്പെക്ട്സ് ആണ്. Togetherness. Psychology എന്തൊക്കെ റിസർച്ച് ചെയ്യാൻ പറ്റും. That is actually we can call it as research. Then ഇനി സ്കൂളിൽ നമ്മൾ നോക്കുമ്പോൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ തന്നെ അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ വേറെ കുറെ കാര്യങ്ങൾ റിസർച്ചിൽ വരാവുന്ന കാര്യങ്ങളുണ്ട്. What are the other aspects that we can include in research? അതായത് related factors of school success. School success related factors. Academic performance relate ചെയ്തിരിക്കുന്ന കുറേ factors ഉണ്ട്. ചിലർ പറയും self esteem is related to academic performance, self concept is academic related, then we have self efficacy. We have many things as a part of academic. Then procrastination is another. Procrastination. When we talk about the style, learning style is another. Learning style, it is related to study habit, is related to academic performance. Study habit. Then what is self-handicapping is another thing. We know something but we are not doing. Self-handicapping in research. Then we have personality, many associated factors. We have personality, intelligence we have, emotional status we have, emotional intelligence, emotional stability, like many factors we have. Then we have adjustment, also already I have talked about. Then we have where in the learning style, study habit, learning style. Okay. These are some of the things associated with the learner and teacher. So, another learners and teacher. Teacher related factors. Teacher related factors. Learner properties, interest, attitude, aptitude, temperament, attitude, ability. Psychology research. Examination related, anxieties, depression. Psychological research. In a clinical, we have another area, clinical psychology disorders. Research. Clinical psychology, we have industrial psychology, we have criminal psychology, criminal psychology. Then we have specifically counseling psychology. Many areas we have through which we can carry out research. Then related to methods, we have research. Related to techniques, we have specific research. What are the techniques? Interventions, we have research. Various interventions related to psychology. Interventions related to psychology. This is psychology research in the scope. What are the areas that can be taken into account as a research topic in psychology? Psychology research topic is psychological research in the scope of psychological research. Yes, now we can see the other aspects of research. Research then when we select research, why I am carrying out research? Why do I research? Why not others? Why I research on this topic? Questions, we should have a certain questions related to the research. In the problem, select
ഒരു റിസർച്ച് കൺസേണിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് റിസർച്ചിലെ ബേസിക് കാര്യം എന്ന് പറയുന്നത്. We have to select a concern in research. Let me go to the word file. What is research and what are the process of research? അപ്പോൾ നമ്മൾ റിസർച്ച് എന്താ നമ്മൾ മനസ്സിലാക്കി. സ്കോപ്പ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് നമ്മൾ പറഞ്ഞു. Now what are the aspects of research or aspects of research we can call it as, or processes of research. എന്താണ് റിസർച്ചിലെ ആസ്പെക്ട്സ്? വേരിയസ് ആസ്പെക്ട്സ് ഓഫ്. First of all, we need a problem. What is actually a problem in research? Researchil ഒരു problem എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? Problem is any concern that we are taking into account, any topic that we are taking or any subject that we are dealing. This is, we can call it as a research problem. The problem എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് മീനിങ്ങിലല്ല പ്രോബ്ലം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ റിസർച്ചിൽ എന്തിനെയാണോ നമ്മൾ പഠിക്കുന്നത്, that is problem actually. Whatever you are studying, whatever you are taking into account in your study, as a focal theme. ഒരു മേജർ ഫോക്കൽ തീമായിട്ട് നമ്മൾ എന്തൊക്കെ എടുക്കുന്നോ അതിനൊക്കെയാണ് നമ്മൾ റിസർച്ചിൽ പ്രോബ്ലം എന്ന് പറയുന്നത്. It is your, generally we can call it as a title of the research. It will be contributing the title of the research. Actually നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കാര്യത്തിനെയാണ് നമ്മൾ റിസർച്ചിൽ പ്രോബ്ലം, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ്, how do we select the research problem? As Naushad sir told you, after completing first semester or first year 05 and 06 of MPC, you have to give a proposal. Research proposal കൊടുക്കണമെങ്കിൽ 05 ഉം 06 ഉം പാസ് ആയിരിക്കണം. അപ്പോ ആ റിസർച്ച് ഇത് രണ്ട് പേപ്പർ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ, when you come to the exact research proposal writing, you have to select a title. How do you select a title? There are two options or two ways of selecting a problem. Basically two ways of selection, or we can call it as three ways. Okay, three. I am taking it as three because we can tell you one more. One is your experience. Okay, എനിക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ്, ഞാൻ ഒരു കൗൺസിലർ ആണ് അല്ലെങ്കിൽ I am a doctor, I have come across that there are certain issues among the patients, so I will take this as my problem. ഇതാണ് എന്റെ ഇൻട്രസ്റ്റ്. Or I am a teacher, along with I am doing psychology. ഞാൻ സൈക്കോളജി ചെയ്യുന്നത്, ഞാനൊരു ടീച്ചറാണ്. സോ എനിക്ക് എന്റെ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ എന്റെ സ്റ്റാഫ് റൂമിൽ എനിക്ക് ഇന്ന ഇഷ്യൂസ് വന്നു. സോ can I take this a problem? Maybe നമ്മുടെ എക്സ്പീരിയൻസ് ബേസ്ഡ് നമ്മളൊരു പ്രോബ്ലം. Second is by suggestion of a supervisor or a friend or guide. അല്ലെ, നമ്മുടെ ആരെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്യും, ഓക്കെ ഇങ്ങനെ ഒരു ഏരിയ നല്ല ഏരിയ ആണ് കേട്ടോ, യു ക്യാൻ ടേക്ക് ഇറ്റ്. Some friends will suggest you, some supervisors will suggest you, teachers will suggest you. അങ്ങനെ നമ്മൾ എടുക്കുന്നതും it is another area. Next is reading. Through intensive reading. Yes. Sir, I have a suggestion. Sir, now share the screen ഒന്നുകൂടെ zoom ചെയ്താൽ ഇപ്പൊ ഒന്ന് എനിക്ക് ക്ലിയർ ആണ്, പക്ഷെ കുറച്ചുകൂടെ പലർക്കും കുറച്ചുകൂടെ പ്രയാസം കുറയും തോന്നുന്നു. സൂം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നാവും. Okay. Yes sir. മാമിനടുത്ത് സജസ്റ്റ് ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. യു ക്യാൻ എക്സ്പാൻഡ് ആൻഡ് ലുക്ക് ഇറ്റ് ഫർദർ ഫോർ യുവർ റെഫറൻസ്. Yes, it's clear ആണല്ലോ അല്ലേ? ഇപ്പം I am just expanding it. Okay sir. Okay. So another is through reading. Intensive ആയിട്ട് നമ്മൾ വായിക്കുന്നതിലൂടെ ഇപ്പൊ for example you are a psychology, അപ്പൊ you have found out some for example Indian Journal of Psychology. നിങ്ങൾ when you are in your ഏതെങ്കിലും നമ്മൾ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ പോകുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ ജേർണൽ ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ജേർണൽ, അപ്പൊ നിങ്ങൾ അതിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചു നോക്കും. അപ്പൊ നിങ്ങൾക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടി. ആ ഇൻഫർമേഷൻസ് നിന്നും we can take the problem. These are the selection of the problem, process of selecting the problem. ഇനി what are the properties of a problem? Properties എങ്ങനെയായിരിക്കണം ഒരു problem? Sometimes it will be a question. And what are the properties of a problem? ഒരു problem എങ്ങനെയായിരിക്കണം? The problem should be researchable problem.
പ്രോബ്ലം റിസർച്ചബിൾ പ്രോബ്ലം ആയിരിക്കണം, റിസർച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആയിരിക്കണം. It should be innovative in some way. In one way or the other, it should be innovative. Innovative ആയിരിക്കണം, അല്ലെങ്കിൽ we can call it as a novel. It should be new and novel. It should be practical. ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച കാര്യമില്ല. What is നമ്മൾ ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച്, അതല്ലെങ്കിൽ ചില കാര്യങ്ങളെ കുറിച്ച്, അതിനെ കുറിച്ചൊന്നും ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച്, അതല്ലെങ്കിൽ നമ്മൾ പിന്നെ ചില what we call it as നമ്മൾ അമാനുഷിക ശക്തികളെ കുറിച്ച്, ഇങ്ങനെയുള്ള റിസർച്ചുകൾ ചിലപ്പം ഒരു സൈക്കോളജിയിൽ പലരും റിസർച്ച് ചെയ്യുന്നതാണെങ്കിലും അങ്ങനെയുള്ള റിസർച്ചിൽ ഇഫ് യു ആർ നോട്ട് സപ്പോസ് ടു ഗീവ് എൻ എവിഡൻസ്, അതിന്റെ ഒരു എവിഡൻസ് കൊടുക്കാൻ പറ്റാത്തത്തോളം കാലം അത് പ്രാക്ടിക്കൽ റിസർച്ച് ആവുന്നില്ല. അപ്പൊ അത് പ്രാക്ടിക്കൽ ആയിരിക്കണം, ഫീസിബിൾ ആയിരിക്കണം, നമുക്ക് ഒതുങ്ങുന്നതായിരിക്കണം. നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു സമയത്തിനനുസരിച്ച് ഒതുങ്ങുന്നതായിരിക്കണം, ടൈം ബൗണ്ടഡ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾ സൈക്കോളജിയിൽ റിസർച്ച് ചെയ്യുമ്പോൾ ഒരു വലിയ പ്രോജക്ട് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം യു ഹാവ് 6 months ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ ഫസ്റ്റ് ഇയർ and getting the result, then you have to do the research and submit before second year. Second year തന്നെ ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു 6 months ടൈം ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. So it should be time bounded. Problem should be very clear and unambiguous. Ambiguity ഇല്ലാത്തതായിരിക്കണം. Ambiguity ഇല്ലാത്തതായിരിക്കണം. Ambiguous. Okay, unambiguous. അനാംബിഗസ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ആംബിഗിറ്റി ഇല്ലാത്തതായിരിക്കണം. ഇതാണ് ഒരു റിസർച്ചബിൾ പ്രോബ്ലം ആയിരിക്കണം, ഇന്നോവേറ്റീവ് ഓർ നോവൽ ആയിരിക്കണം, പ്രാക്ടിക്കൽ ആയിരിക്കണം, ഫീസിബിൾ ആൻഡ് ടൈം ബൗണ്ടഡ്. സിമിലർലി ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് അനാംബിഗസ്. We should have clarity in the problem. This is about the problem and the selection of the problem. അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് സാധാരണ കാണുന്നതാണ്. You can just go through the book and you can clarify. നമുക്ക് അത് ക്ലാരിറ്റി വരുത്തിയിട്ട് പോകാം. Now come to ഒരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ next stages, I can tell you, next stage is review. We have to sharpen the problem. ഇപ്പൊ നമ്മളൊരു പ്രോബ്ലം എടുത്തു, അതിനെ വളരെ ഷാർപ്പൻ ചെയ്യണം, ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് മോസ്റ്റ് ഓഫ് ദ റിസർച്ച് ഇസ് റിവ്യൂ ഓഫ് റിലേറ്റഡ് സ്റ്റഡീസ് ഓർ റിലേറ്റഡ് ലിറ്ററേച്ചർ. We have studies or literature. So various studies we have to read. That is another significant area that we have to take into account. എന്താണ് ആക്ച്വലി റിവ്യൂ എന്ന് പറയുന്നത്? റിലേറ്റഡ് സ്റ്റഡീസ് carried out by the previous researchers. നേരത്തെ നടന്നിരിക്കുന്ന റിസർച്ചുകളുടെ ഒരു സമ്മറിയാണ് നമ്മൾ റിവ്യൂ എന്ന് പറയുന്നത്. Not only researchers, it may be theories or research result. റിസർച്ച് റിസൾട്ട് ആയിരിക്കാം, അതല്ലെങ്കിൽ തിയറി ആയിരിക്കാം. ഇതിനെയാണ് നമ്മൾ റിലേറ്റഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. നേരത്തെ നടന്നിരിക്കുന്ന പഠനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന തിയറീസിനെയോ റിസർച്ച് റിസൾട്ടിനെയോ ഒക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേറ്റഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദാറ്റ്? സപ്പോസ് ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, വാട്ട് ഈസ് യുവർ റിസർച്ച് ഇൻട്രസ്റ്റ്? അപ്പൊ കുറെ ആളുകൾ എനിക്ക് കുറെ ടോപ്പിക്സ് തന്നു. For example, I got the adjustment. For example, adjustment during the COVID-19 pandemic. COVID-19 pandemic inde ഈ സമയത്തുള്ള adjustment among adolescents ഇടയിലുള്ള അഡ്ജസ്റ്റ്മെന്റിനെ ഒരു പ്രശ്നമായി നമുക്ക് എടുത്തു. Suppose I got an answer from you like this: adjustment of adolescents or among adolescents during COVID-19 pandemic. Okay, this is a good study. By looking into the title, നമുക്കറിയാൻ പറ്റും ഇതൊരു നല്ല സ്റ്റഡിയാണ്. How can we clarify? ഞാൻ നേരെ അങ്ങ് പോയിട്ട് ഈ സ്റ്റഡി നടത്തുക എന്ന് പറയുമ്പോൾ it is foolishness. It is meaningless. Why? I have to check whether നമ്മൾ പ്രോബ്ലത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. നോവൽ ആയിരിക്കണം, ഇന്നോവേറ്റീവ് ആയിരിക്കണം, പുതുമയുണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഒരു കാര്യം അറിയാൻ വേണ്ടി I have to check availability of previous studies. നേരത്തെ ഇങ്ങനെയുള്ള വല്ല സ്റ്റഡീസും നടന്നിട്ടുണ്ടോ, പഠനങ്ങളും നടന്നിട്ടുണ്ടോ? Not only related to the COVID-19 pandemic, but
You can take other pandemics. നേരത്തെ നടന്നിരിക്കുന്ന ഹിസ്റ്റോറിക്കലി വി ഹാവ് മെനി അതർ പാൻഡമിക്സ് ഹാപ്പൻഡ് എർലിയർ. അപ്പൊ അത്തരം പാൻഡമിക് സിറ്റുവേഷൻസ് നടന്നപ്പോഴേ ആ സമയത്ത് ഉണ്ടായ അഡ്ജസ്റ്റ്മെന്റ്, വി ഹാവ് നിപ്പ വൈറസ് വന്നു. നിപ്പ വൈറസ് വന്നപ്പോ ഒരു കൈൻഡ് ഓഫ് ഇഷ്യൂസ് നമുക്കുണ്ടായി. നമ്മൾ പല ആളുകളും വീട്ടിലിരുന്നു, പല ഏരിയാസും ലോക്ക്ഡായി. അപ്പൊ ആ സമയത്ത് നടന്ന അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലത്തിനെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നേരത്തെ നമ്മൾ നടത്തുന്ന സ്പാനിഷ് ഫ്ലൂ, ആ സമയത്ത് വല്ല സ്റ്റഡീസും ഇതേ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് റിലേറ്റഡ് നടന്നിട്ടുണ്ടോ? ഈ ഹാഡ് ഫ്ലഡ് സമയത്ത് എല്ലാവരും വീട്ടിലിരുന്നു, കുറെ ആളുകള് ക്യാമ്പുകളിലായിരുന്നു, they were in some specific places, ഡിസ്പ്ലേസ്ഡ് ആയി. ആ സമയത്ത് അവരുടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നു. ദീസ് ആർ ദ സിമിലർ സ്റ്റഡീസ്. ചില ആളുകൾ പറയും COVID-19 കുറിച്ച് ആരും പഠിച്ചിട്ടില്ലല്ലോ, അപ്പൊ നമുക്കത് എടുത്തൂടെ? ഇറ്റ്സ് ഓക്കെ, വെൽ ആൻഡ് ഗുഡ്, യു ക്യാൻ ടേക്ക്. അറ്റ് ദ സെയിം ടൈം സിമിലർ കൈൻഡ് ഓഫ് സ്റ്റഡീസ് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് വി ഹാവ് ടു ചെക്ക്. എന്തിന്? ഇൻ ഓർഡർ ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ. In terms of methodology, in terms of approach, in terms of the result. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അനുസരിച്ചാണോ സ്റ്റഡി നടന്നിരിക്കുന്നത്? അതേ സ്റ്റഡി ആണെങ്കിൽ ഞാൻ വീണ്ടും അത് തന്നെ പഠിച്ചിട്ടില്ല, പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പൊ ഐ ഹാവ് ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ. സോ ഐ ഹാവ് ടു ചെക്ക് ദ അവൈലബിലിറ്റി ഓഫ് സ്റ്റഡീസ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ദ പ്രോസസ് ഓഫ് intensively looking into previous studies is known as review. What is review? The process of intensively searching the related studies. That is known as review of related studies, both theoretical and research based. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിലൊരു ക്ലാരിറ്റി വരുന്നത്. വാട്ട് വിൽ യു ഗെറ്റ്? ഏതൊക്കെ മെത്തഡോളജിയാണ് വൈഡ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, ഏതൊക്കെ സാമ്പിളിലാണ് ഇവർ എടുത്തിരിക്കുന്നത്, വിച്ച് മെത്തഡോളജി ഈസ് വൈഡ്ലി യൂസ്ഡ്, ഏതൊക്കെ മെത്തഡോളജിയാണ് കാര്യമായിട്ട് ആളുകൾ ഉപയോഗിച്ചിരിക്കുന്നത്, വിച്ച് ടൂൾസ് ആർ യൂസ്ഡ് ബൈ ദ പ്രീവിയസ് റിസർച്ചേഴ്സ്, വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ്, വിച്ച് അപ്രോച്ച് ഈസ് ഇംപ്ലിമെന്റഡ്, which strategies are used for statistical calculations. ഇങ്ങനെ ഏത് തരത്തിലാണ് അവരുടെ ഒബ്ജക്റ്റീവ്സ് പോയിരിക്കുന്നത്? വാട്ട് ആർ their pattern of hypothesizing? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രീവിയസ് സ്റ്റഡിയിൽ നിന്ന് കിട്ടുന്നത്. അല്ലാതെ പ്രീവിയസ് സ്റ്റഡി ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഡ്യൂപ്ലിക്കേഷൻ ഇൻ ടേംസ് ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ്, മെത്തഡോളജി ആൻഡ് അപ്രോച്ച്, സ്ട്രാറ്റജീസ്, ഹൈപ്പോത്തസൈസിങ്, സാമ്പിൾ, ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം പല കാര്യങ്ങളും മെത്തഡോളജിയുടെ പാർട്ടാണ്. എന്നിരുന്നാൽ ഇതിലൊക്കെ റെപ്പിറ്റേഷൻ ഉണ്ടോ, റിപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രോസസ് ആണ് ഷാർപ്പനിങ് ദ പ്രോബ്ലം, മോഡിഫിക്കേഷൻ ഓഫ് ദ ടൈറ്റിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. മോഡിഫിക്കേഷൻ of the problem. പ്രോബ്ലത്തിനെ മോഡിഫൈ ചെയ്യുന്നു, ഷാർപ്പൻ ചെയ്യുന്നു. These are the processes that we are doing as a part of research. ഇനീഷ്യലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേജ് പ്രോബ്ലം കിട്ടി, പ്രോബ്ലത്തിന്റെ റിവ്യൂ ചെയ്താണ് നമ്മൾ പ്രോബ്ലത്തിനെ ഷാർപ്പൻ ചെയ്യുന്നത്. Now next question is what are all the review? എന്തൊക്കെയാണ് റിവ്യൂ? ഏരിയാസ് come under review. റിവ്യൂ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? ഒരു ക്വസ്റ്റ്യൻ ആണ്. റിവ്യൂ എന്ന് പറയുന്നുണ്ട്, ബട്ട് വാട്ട് ആർ ദ ഏരിയാസ് കമ്മിങ് അണ്ടർ റിവ്യൂ? There are two sources of information. We have two sources, primary and secondary. We have two sources of information, primary and secondary. What are the primary sources of information? What are the secondary sources of information? Primary എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാനപരമായി വേറെ എവിടെയും അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് അൺപബ്ലിഷ്ഡ് ആൻഡ് നോട്ട് വൈഡ്ലി അവൈലബിൾ. അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള വൈഡ്ലി അവൈലബിൾ അല്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി സോഴ്സ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സെൻസസ് ഡാറ്റ വൈഡ്ലി പബ്ലിഷ്ഡ് അല്ലാതെ, അതുപോലെ NSS നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഡാറ്റ, ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ട് ഓഫ് ഗവൺമെന്റ് which is not published
which is not yet published. Publish ചെയ്യാത്ത ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ പർപ്പസിന് മാത്രം ഉപയോഗിച്ച ആരും അറിയാത്ത തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ, ഇതെല്ലാം ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഡാറ്റ ഫ്രം ദ ഫീൽഡ്, നിങ്ങൾ ഫീൽഡിൽ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രൈമറി സോഴ്സ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അൺപബ്ലിഷ്ഡ് ഡാറ്റ, NSSOയുടെ ഡാറ്റ, National Sample Survey Organization every 5 years they will do. Then first hand report of government which is not published. ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ, പ്രൈമറി സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? Now we have secondary. All other aspects we have secondary. Many aspects we have. Take it books of various kinds we have. Authored book we have, edited books we have. Authored book ഉണ്ട്, edited book ഉണ്ട്, compilations ഉണ്ട്, translations ഉണ്ട്, multiple volumes ഉണ്ട്, books in the multiple volumes. ഇതെല്ലാം നമ്മൾ പറയുന്നത് books ആണ്. Then we have journal articles, journals, academic magazines are known as journals. Journals of various kinds. Journals of various kinds means we have print journal as well as e-journals, electronic journals, print and e-journals. These are journals. Then we have popular magazines. We have magazines. Frontline, The Week, പല രീതിയിലുള്ള മാഗസിൻസ് നമുക്കറിയാം. മലയാളത്തിൽ തന്നെ പല മാഗസിൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സമ്പത്തിനെയാണ് നമ്മൾ പറയുന്നത് മാഗസിൻസ്, പോപ്പുലർ മാഗസിൻസ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. Then we have dictionaries, encyclopedia. Sorry, encyclopedia. Okay, dictionaries, encyclopedia category വരുന്നു. Then we have newspaper editorial, ഇതെല്ലാം വരുന്നു. Then we have YouTube is a source. Websites, blogs, microblogs, everything. Notices, എല്ലാം നമ്മുടെ അതാണ്. Notices, pamphlets, leaflets, bulletins. Everything is related to secondary source. ഇതെല്ലാം secondary source. And whatever the other sources available, these are secondary sources. Television, radio programs, TV programs, everything is considered as secondary source of data. So source of data പറയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ sources ഉണ്ട്. These are all secondary source of data, books, journals. So you got an idea. അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? We are just going for various aspects of information. അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്റ്റഡിയെ നമ്മൾ കമ്പൈൽ ചെയ്യുന്നത്. അപ്പൊ ഇതെന്തിനാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, when you do a research you also have to go through all these kind of resources. നിങ്ങൾ ഇതുപോലെയുള്ള റിസോഴ്സുകളിലൂടെ ഒക്കെ പോകുമ്പോഴാണ് you will get a clarity regarding റിസർച്ചിനെ കുറിച്ച് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നത് അങ്ങനെയാണ്. Now see the PowerPoint again. Source of literature we have discussed. Now we have, okay, before going to that, let me give a clarity regarding the different kinds of research. പല തരത്തിലുള്ള റിസർച്ചുകൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, different kinds of research. Let us go to types of research. ഏതൊക്കെ തരത്തില് റിസർച്ച് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. Different types of research. First categorization is pure research, or it is also known as fundamental research or basic research. Next is applied research. Third is action research. This is the fundamental categorization of research. Action research, applied research and pure research. പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. Everything is very clear from the name itself. Pure research എന്ന് പറയുമ്പോൾ ബേസിക് ഒരു തിയറി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അതല്ലെങ്കിൽ നോളജ് ജനറേഷന് വേണ്ടിയിട്ട്
നമ്മൾ ചെയ്യുന്ന ബേസിക് റിസർച്ചുകളാണ് പ്യൂർ റിസർച്ച്, ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ സോഷ്യൽ സയൻസിലൊക്കെ പലപ്പോഴും ഗ്രൗണ്ടഡ് തിയറി റിസർച്ച് പലപ്പോഴും പ്യൂർ റിസർച്ച് ആയിരിക്കും. ഗ്രൗണ്ടഡ് തിയറി റിസർച്ചിലൂടെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന റിസർച്ച് പ്യൂർ റിസർച്ച് ആയിരിക്കും. അതുപോലെ തന്നെ ചില സ്റ്റഡീസ് എക്സ്പ്ലോറേഷൻ റിസർച്ച് ഉണ്ടായിരിക്കും. എക്സ്പ്ലോറേറ്ററി റിസർച്ച്, പല എക്സ്പ്ലോറേറ്ററി റിസർച്ചും സോഷ്യൽ സയൻസിൽ പ്യൂർ റിസർച്ച് ആണ്. സയൻസിലാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ, ന്യൂ ഇന്നോവേഷൻസ് നടത്തുന്ന എല്ലാ കാര്യങ്ങളും, പുതിയ കണ്ടെത്തലുകൾ നടക്കുന്ന എല്ലാം ഫണ്ടമെന്റൽ റിസർച്ചുകളാണ്. പുതിയ കണ്ടെത്തലുകൾ, പുതിയ തിയറി ബിൽഡിങ്, അതൊക്കെയാണ് സാധാരണ നോളജ് ജനറേഷൻ കാറ്റഗറിയിൽ വരുന്ന പ്യൂർ റിസർച്ച്. ഇറ്റ്സ് ആൾസോ നോൺ ആസ് ഫണ്ടമെന്റൽ ഓർ ബേസിക് റിസർച്ച്. കം ടു ദ അപ്ലൈഡ് റിസർച്ച്. What is applied research? Simply name itself is clear. Application of the existing knowledge, existing theory. In America, as psychologists has proven that intelligence is related to performance. Intelligence is related to performance of students. I am checking whether this is happening. This is exactly true in Kerala. കേരളത്തിൽ ഇത് ശരിയാണോ? അതല്ലെങ്കിൽ നന്നായിട്ട് ആങ്സൈറ്റി കാണിക്കുന്ന കുട്ടികൾ, they are not performing well in terms of their interpersonal skill. അവർക്ക് interpersonal skill കുറവായിരിക്കും. It is a proven. It is many studies has proven that it is so. ആങ്സൈറ്റി കാണിക്കുന്നവർക്ക് ചില പെർഫോമൻസ് ഇഷ്യൂസ് ഉണ്ട്. അത് the context whether it is applicable to my case. ഞാൻ എടുക്കുന്ന സാമ്പിളില്, ഞാൻ എടുക്കുന്ന ഒരു കോണ്ടെക്സ്റ്റില്, ഈ ഒരു സാഹചര്യത്തിൽ അത് ആപ്ലിക്കബിൾ ആണ്. ഇത്തരം റിസർച്ചിനെയാണ് നമ്മൾ പറയുന്നത് അപ്ലൈഡ് കാറ്റഗറി ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. പ്യൂർ ആൻഡ് അപ്ലൈഡ് റിസർച്ച്. Now another research is action research. It's clear, it is clear to you. Some examples you can. Now action research is action oriented, or we can call it as immediate solution oriented research. Immediate solution oriented research is known as action research. Immediate solution oriented research. This is not exactly a full-fledged research. Full-fledged research alla. It is a simplified form of research. Simplified form of research. It requires less sample. വളരെ കുറഞ്ഞ സാമ്പിൾ മതി. Action is highlighted. Action is highlighted. എനിക്ക് അതിന്റെ ആൻസർ കിട്ടണം. Or we can call it as solution focus. എനിക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടണം. Solution കിട്ടണം. High immediate implementation. Immediate implementation ഉണ്ടാവണം. Immediate implementation. That is, we have to apply it immediately. We have to solve a problem immediately. That is, it is done by practitioners. It is done by practitioners. Practitioners ആയിട്ടാണ് ഇത് റിസർച്ച് ചെയ്യുന്നത്. Practitioner. Practitioner research എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു action research immediate solution oriented ആണ്. It's a kind of research which is simplified, which is simple. That is, less sample, action highlighted or solution focused, immediate result is required. അതുകൊണ്ട് തന്നെ less time. We are not getting more time. We are not using more time in that. This is about action research. അപ്പൊ ചെറിയ സാമ്പിളില്, ചെറിയ സമയത്തില് ഒരു ചെറിയ കൺസെപ്റ്റിനെ നമ്മൾ പഠിക്കുന്നതിനെയാണ് സൊല്യൂഷൻ, ഒരു ഇഷ്യൂ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ഓറിയന്റഡ് ആണ്. Can you give an example here? You can give for an example here, like a classroom situation. ഒരു ക്ലാസ് റൂമില് a few students are late always. ചില കുട്ടികൾ എപ്പോഴും ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ വരും. It's a gang type of students. They are coming late. ഒരു ആഴ്ച നോക്കി, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്, ഫോർ ദ ലാസ്റ്റ് 1 month, a teacher identified that a group of students are late to the class without proper justification. Appo teacher, it disturbs the class, it disturbs the flow of the class. Of course, നമുക്കറിയാം 40 മിനിറ്റ് ഒരു ക്ലാസ്സിൽ കുട്ടികൾ ഇങ്ങനെ നേരെ വൈകി വന്ന് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയും അവരോട് ഇരിക്കാൻ പറയുകയും അവരിയ്ക്കുമ്പോൾ ബാക്കിയുള്ളവരെ അവരുമായി മിങ്കിൾ ചെയ്യുന്ന സമയം, ഇങ്ങനെയൊക്കെ എസ്പെഷ്യലി ഒരു സ്കൂൾ ക്ലാസ് റൂമിൽ it will be a disturbance. It will be a
It will be making a disturbances in the classroom flow. Of course, full stop. I need a solution for that. Teacher can carry out research. Intensive question relate observe methodology parents അവരുടെ ഫ്രണ്ട്സ് അവരെന്താണ് വഴിയിൽ ചെയ്യുന്നതെന്ന് നോക്കാം, ഇവരുടെ രാത്രി ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനെ കുറെ സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുകയും, അതോ വേറെ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിലും ഇങ്ങനെ തന്നെയാണോ? ഐ ആം ടീച്ചിങ് ഓൺ മൺഡേ ആണ് ഞാൻ പഠിപ്പിക്കുന്നത്, ട്യൂസ്ഡേയും ഇങ്ങനെ തന്നെ ലേറ്റ് ആയിട്ടാണോ വരുന്നത്? വാട്ട് ദേ ഹാവ് ഡൺ ഫോർ ദാറ്റ്, ആ ടീച്ചർ ഇതിനു വേണ്ടി എന്ത് സൊല്യൂഷൻ ആണ് ചെയ്തത്? ഇങ്ങനെയുള്ള കുറെ സോഴ്സസിൽ നിന്ന് കളക്ടിങ് ദ ഇൻഫർമേഷൻ ആൻഡ് ഫൈൻഡിങ് ഔട്ട് ദ സൊല്യൂഷൻ, അതിനെയാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. Right, this is action research. Now we have another types of research. Appo aadiyathe nammal paranju action research, fundamental research, adupole thanne applied research. Now if we are going to another categorization, we have explanatory research. Explanatory research, when we have an idea of explaining something significantly, atharam research niyana nammal explanatory research ennu parayunnu. Explanatory research, our intention is writing or explaining the phenomena whatever we have observed. Nammal kanda karyangale data collect cheyidonde adine meaningful aayittu explain cheyna simple form of research is known as explanatory research. Simple survey research are explanatory in nature. Another is exploratory research. Exploratory research, we are exploring something. Exploratory, or it is also known as formulative research. Exploratory or formulative nu parayumbol it is exploration of something, that is new ideas are emerged out of the research. That is, we are revealing the unexplored fact, unexplored ideas. ചില സ്പെഷ്യൽ കേസുകളിൽ നമ്മൾ അവരുടെ ആ ഒരു ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത്തരം റിസർച്ച്, ഫോർ എക്സാമ്പിൾ ഒരു ട്രൈബൽ ഗ്രൂപ്പ് ദാറ്റ് ഈസ് റീസെന്റ്ലി ഐഡന്റിഫൈഡ്. ചിലപ്പോൾ നമ്മൾ റീസെന്റ്ലി ചില സ്ഥലങ്ങളിലൊക്കെ ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ ഈ ട്രൈബൽ ഗ്രൂപ്പിനെ റീസെന്റ്ലി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. ആസ് എ സോഷ്യോളജിസ്റ്റ് യു ആർ ഗോയിങ് ടു സീ ദ religious practices. അവരുടെ റിലീജിയസ് പ്രാക്ടീസസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ട്രൈബൽ ഗ്രൂപ്പിന്റെ റിലീജിയസ് പ്രാക്ടീസസ് ഓഫ് കോഴ്സ് അത് നിങ്ങൾക്ക് ഒരു ബേസ് ആയിരിക്കും. അപ്പൊ ഇതൊരു പുതിയ ഗ്രൂപ്പാണ്, അവരുടെ കുറെ പ്രോപ്പർട്ടീസ് നിങ്ങൾ കണ്ടു, ദേ ആർ വെരി ക്ലോസ് ടു നേച്ചർ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ യു ഐഡന്റിഫൈ ദാറ്റ് ദേ വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രാക്ടീസസ്. അപ്പൊ നമ്മൾ അവരെ ക്ലോസ് ഒബ്സർവേഷൻ നടത്തുന്നു. യു ആർ ഗോയിങ് ത്രൂ എ മെത്തഡോളജി ഓഫ് ലൈക്ക് നമ്മുടെ എത്നോ മെത്തഡോളജി പോലെയുള്ള ക്വാളിറ്റേറ്റീവ് മെത്തഡോളജി ഒക്കെ ഉപയോഗിച്ച് അവരെ ഇന്റൻസീവ് ആയിട്ട് പഠിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ പുതിയതായിരിക്കും, ഇതുവരെ ആരും കണ്ടെത്താത്ത ഇൻഫർമേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് അത്തരം സ്റ്റഡീസിനെ നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇവാലുവേറ്റീവ് റിസർച്ച്. ഇവാലുവേറ്റീവ് റിസർച്ച്, ഇവാലുവേറ്റീവ് റിസർച്ച് ഇവാലുവേറ്റീവ് റിസർച്ച് നമുക്ക് എല്ലാം അറിയുന്ന പോലെ തന്നെ ഇവാലുവേഷൻ ബേസ്ഡ് ഓൺ certain criteria, certain parameters will be there. Based on the parameters we will be evaluating. What will be the parameters? Let me take an example. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തെങ്കിലും എടുക്കാം. എന്തെങ്കിലും ഒരു പ്രോസസ്സിനെയോ ഒരു പ്രോഗ്രാമിനെയോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇപ്പൊ രാഷ്ട്രീയ ഉച്ചിത ശിക്ഷാ അഭിയാൻ റൂസ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഡ്രാസ്റ്റിക് ആയുള്ള ചേഞ്ചസ് വരാൻ വേണ്ടിയിട്ട്, ക്വാളിറ്റേറ്റീവ് ചേഞ്ചസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്കീമാണ് രാഷ്ട്രീയ ഉച്ചിത ശിക്ഷാ അഭിയാൻ. ഈ റൂസയുടെ സ്കീമില് നമ്മൾ എന്തൊക്കെ അത് സക്സസ് ആയോ? അപ്പൊ 5 വർഷം മുന്നേ അല്ലെങ്കിൽ 10 വർഷമായി നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം, വാട്ട് ഇറ്റ് ഹാസ് brought into the higher education, whether it is significant. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അത്തരം റിസർച്ചിനെയാണ് ഇവാലുവേറ്റീവ് റിസർച്ച്. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കും? whether infrastructure of the colleges develop, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തോ,
Whether the quality of teaching developed, quality of teaching quality enhanced either. Quality of teaching enhanced or not. അതുപോലെ തന്നെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തോ? പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തോ? അക്രഡിറ്റേഷൻസിനൊക്കെ ഇത് സഹായിച്ചോ? അക്രഡിറ്റേഷൻസ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് അത് ഹെൽപ്പ് ചെയ്തോ? എംപ്ലോയ്മെന്റ് ജനറേഷൻ ഇത് ഹെൽപ്പ് ചെയ്തോ? വെദർ സ്റ്റുഡൻസ് പ്ലേസ്മെന്റിന് ഇത് ഹെൽപ്പ് ചെയ്തോ? ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ഓക്കെ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വെദർ ദ rules are scheme is successful or not. Just an evaluative research. Now come to another research, that is diagnostic research. Diagnostic research il palappozhum nammal cheyyunnathu oru specific concern is an improved form of case study. Oru case study ide oru valiya reethiyil nammal cheyyunnana serikum diagnostic research. Ivide it is actually an evaluative research. What we are doing is we are evaluating and diagnosing the issues of a firm. ഒരു ഫേമിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന്റെ ഇഷ്യൂസിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ വി ഹാവ് MG-NREGA, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, MG-NREGA എന്ന് പറയും. ഈ MG-NREGA I have to go for a diagnostic study, for example. So what I do, like qualitative evaluative research, I will study its parameters. Based on parameters ഞാൻ ഇതിനെ പഠിക്കുന്നു. Then for improving the scheme I am suggesting something. Improve ചെയ്യാൻ വേണ്ടിയിട്ട് I will suggest some qualitative measures for the improvement of the scheme. അപ്പോഴാണ് അതിനെ diagnostic research എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാൻ പറ്റും. Then we have correlational research. Correlational research. What is correlational research? We have mostly correlational research as quantitative in nature. Quantitative research ആണ്. അതുപോലെ തന്നെ finding out relationship between or among variables. Variables ന്റെ ഇടയിലുള്ള relationship കാണുന്ന studiesനെയാണ് നമ്മൾ correlational studies എന്ന് പറയുന്നത്. For example, I am talking about intelligence and achievement. ഇന്റലിജൻസും അച്ചീവ്മെന്റും റിലേറ്റഡ് ആണോ? ആങ്സൈറ്റി ആൻഡ് പെർഫോമൻസ്, ആങ്സൈറ്റിയും പെർഫോമൻസും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഡിഫറെന്റ് റിലേഷൻഷിപ്പ് ഉണ്ടോ? ഏത് തരം റിലേഷൻഷിപ്പ് ആണ്? ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്ന തരം റിസർച്ചുകളെയാണ് we are call it as correlational research എന്ന് പറയാം. Experimental research. What is experimental? It's a kind of laboratory research. Science experimental എന്ന് പറയുമ്പോൾ it is laboratory research. Science experimental research, it is laboratory research. But experimental research in psychology experimental എന്തായിരിക്കും? We are giving intervention oriented research. How can we say intervention oriented? Suppose you are a psychologist or you are a trainer, you identify that 10th level students are anxious. They have very high anxiety regarding the result. നമ്മൾ പബ്ലിക് അതുപോലെ പാരന്റ്സ് ഇവരൊക്കെ നിങ്ങളുടെ റിസൾട്ട് എന്തായി, ഫുൾ A+ കിട്ടിയോ, എന്തൊക്കെ ഇഷ്യൂസ്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ പല സമയത്തും ആങ്ഷ്യസ് ആവും. So this is your concern. They are anxious. As a trainer, you identify that students are very much anxious about their result. So it is not a good sign, because we have to reduce the anxiety level. Appo ningal endu chedu? You tested their anxiety, tested the level of anxiety. Anxiety ipo avarku etra undu ningal measure chedu. Then you have devised a 1 month package to intervene ചെയ്യാൻ വേണ്ടി ഒരു മാസത്തെ ഒരു പാക്കേജ് കൊടുക്കണം. അതിൽ നിങ്ങൾ കുറെ ആക്ടിവിറ്റീസ് കൊടുത്തു, കുറെ മെഡിറ്റേഷൻ കൊടുത്തു, കുറെ ക്ലാസ്സുകൾ കൊടുത്തു, കുറെ വീഡിയോസ് കാണിച്ചു കൊടുത്തു, നോട്ട് ടേക്കിംഗ് സ്ട്രാറ്റജി കൊടുത്തു, സ്റ്റഡി പാറ്റേണിൽ ചേഞ്ചസ് വരുത്തേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള അഡ്വൈസസ് കൊടുത്തു, കുറെ എക്സ്പേർട്ട് ലെക്ചർ കൊടുത്തു, അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റോൾ പ്ലേ പോലെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു, അവരെ കൂടെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതിനെ മോണിറ്റർ ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുത്തു.
ഒരു മാസത്തെ ഇന്റൻസീവ് ഒരു ട്രെയിനിങ്. Again you are going to test the level. അതേ ലെവല് ആൻസൈറ്റി after 1 month നിങ്ങൾ ചെക്ക് ചെയ്യും. Then you are comparing both the scores. രണ്ട് സമയത്തെയും സ്കോറുകൾ തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യുന്നു. അതിൽ തമ്മിൽ സിഗ്നിഫിക്കന്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ രണ്ട് സ്കോറുകൾ, അതായത് അവസാനത്തെ സമയത്ത് അവർക്ക് ആൻസൈറ്റി ലെവൽ നന്നായി കുറഞ്ഞെങ്കിൽ നമുക്ക് പറയാൻ പറ്റും the 1 month package I have given is effective. ഞാൻ ഒരു മാസമായി ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഇന്റർവെൻഷൻ സ്ട്രാറ്റജി ഇഫക്റ്റീവ് ആണ്. വരും വർഷങ്ങളിൽ ഇങ്ങനെ ഒരു മാസത്തെ ഒരു പാക്കേജ് കൊടുത്താൽ കുട്ടികളുടെ ആൻസൈറ്റി ലെവൽ കുറയ്ക്കാനും പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും പറ്റും. ഇത്തരം റിസർച്ച് ആണ് എന്ത് സൈക്കോളജിയിൽ വരുന്ന എക്സ്പെരിമെന്റൽ റിസർച്ച്. ഈ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ there are 3 families of experimental design. 3 families of designs are there in experiment. 3 തരത്തിലുള്ള ഡിസൈൻസ് ഉണ്ട്. I am not going to deal it now, but I will tell you what are them. One is pre-experimental design. Pre-experimental design, quasi-experimental design. Next is true experimental design. These are the 3 families of experimental designs. Pre-experimental, quasi-experimental and true experimental design. ഇത് വേറൊരു ഡിസൈൻ നിങ്ങൾക്ക് പരിചയം. ക്വാസി എക്സ്പെരിമെന്റിൽ വരുന്ന ഒന്നാണ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് നടത്തിയ 2 ഗ്രൂപ്പുള്ള നോൺ ഈക്വലന്റ് ഗ്രൂപ്പ് ഡിസൈൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ആൻസൈറ്റി കൊടുത്തപ്പോൾ നിങ്ങൾക്ക് 2 തരം ആശയങ്ങൾ വന്നു. ആൻസൈറ്റിയുടെ ഒരു നിങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ആൻസൈറ്റി ഉണ്ട്. ആസ് എ ടീച്ചർ യു ഗോട്ട് എൻ ഐഡിയ, എനിക്ക് ഒരു സ്ട്രാറ്റജി കൊടുത്താൽ കൊള്ളാവുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കിയപ്പോഴേ ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാന് നേരത്തെ ഒരു സൈക്കോളജിസ്റ്റ് ഒരു നല്ല ആൻസൈറ്റി റിഡക്ഷൻ സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ട്. വെദർ ഐ ക്യാൻ ഗോ ഫോർ ദാറ്റ്, അത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. Or can I go for with this? എങ്ങനെ ഞാൻ അത് ടെസ്റ്റ് ചെയ്യും? അതിനു വേണ്ടി എനിക്കൊരു എക്സ്പെരിമെന്റൽ റിസർച്ച് നടത്താം. I have 2 groups. എനിക്ക് 2 ഗ്രൂപ്പുകൾ ഉണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഞാൻ എന്ത് ചെയ്തു? ഒന്നാമത്തെ ഗ്രൂപ്പില് ഞാന് അവൈലബിൾ സ്ട്രാറ്റജി കൊടുത്തു. രണ്ടാമത്തെ ഗ്രൂപ്പില് ന്യൂ ഡെവലപ്ഡ് സ്ട്രാറ്റജി കൊടുത്തു. എന്നിട്ട് രണ്ടിന്റെയും പെർഫോമൻസ് ആൻസൈറ്റി ലെവല് കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്നിഫിക്കന്റ്ലി വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഏതാണോ നിങ്ങളുടേതാണ് നന്നായി വന്നെങ്കിൽ നിങ്ങളുടെ ആൻസൈറ്റി സ്കോർ ആണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇന്റർവെൻഷൻ അനുസരിച്ചാണ് ആൻസൈറ്റി സ്കോർ കുറഞ്ഞു വന്നതെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി നേരത്തെയുള്ള സ്ട്രാറ്റജിയേക്കാൾ ഇഫക്റ്റീവ് ആണ്. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി മറ്റു സ്ട്രാറ്റജിയെ പോലെ തന്നെയാണ്, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി ലെസ് ഇഫക്റ്റീവ് ദാൻ ദ ആൾറെഡി അവൈലബിൾ സ്ട്രാറ്റജി ഇൻ ദ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ റിസർച്ചിൽ കാണുന്ന സ്ട്രാറ്റജിയേക്കാൾ എന്റെ സ്ട്രാറ്റജി മോശമാണ്. ഇങ്ങനെയുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇത്തരം റിസർച്ചിനെയാണ് എക്സ്പെരിമെന്റൽ കൈൻഡ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. Now another research is exposed factor research. Exposed factor research. Exposed factor research എന്ന് പറയുന്നത് it's a kind of research which is following retrospective design. Retrospective ഡിസൈനിലൂടെ ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് എക്സ്പോസ്ഡ് ഫാക്ടർ. ഇത് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. റിട്രോസ്പെക്റ്റീവ് ഡിസൈനിലൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. വാട്ട് ഈസ് റിട്രോസ്പെക്റ്റീവ് ഡിസൈൻ? റിട്രോസ്പെക്റ്റീവ് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മള് എക്സ്പെരിമെന്റൽ ഡിസൈനിലെ വ്യത്യാസമായി നമ്മൾ തിരിച്ചു പോകുന്ന, അതായത് incident or the incident happened and we are finding out the solutions later, or reasons, we can call it as reasons later.
അത്തരം സ്റ്റഡീസ് ആണ് റിട്രോസ്പെക്റ്റീവ്. ഫോർ എക്സാമ്പിൾ, ഒരു ആക്സിഡന്റ് നടന്നു. ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഈ ആക്സിഡന്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആക്സിഡന്റിലേക്ക് നയിച്ച കാരണങ്ങൾ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെ കണ്ടെത്തുമ്പോൾ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തുന്നത് ശരിക്കും ഒരു റിട്രോസ്പെക്റ്റീവ് ഡിസൈനാണ്. ആക്സിഡന്റ് ആൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പൊ അതിന്റെ സാധ്യതകളായിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള എല്ലാ രീതികളും നമ്മൾ മനസ്സിലാക്കുന്നു. ഓൾ ദ പോസിബിൾ ways we are understanding, all the possible ways we are understanding, and then we are concluding what is the reason behind it. അപ്പൊ എന്തൊക്കെയാണ് പോസിബിൾ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? സ്റ്റഡിയിങ് ദ പ്രോബ്ലം. ഇതിന്റെ സ്റ്റഡിയിങ് ദ പ്രോബ്ലം. ആ പ്രോബ്ലം എന്താ നമ്മൾ മനസ്സിലാക്കുന്നു. സെലക്ടിങ് ദ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് കാണുന്നു. ദെൻ ഹൈപ്പോത്തസൈസ് ചെയ്ത് നമ്മൾ എന്തൊക്കെ ആയിരിക്കാം ഇതിന്റെ കാരണങ്ങൾ, ഹൈപ്പോത്തസൈസിങ് നടത്തുന്നു. അത് കഴിഞ്ഞ് ഫൈൻഡിങ് ദ സൊല്യൂഷൻ, ഫൈൻഡിങ് ദ റീസൺ, ഒറിജിനൽ റീസൺ എന്താണെന്ന് കണ്ടെത്തുന്നു. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നു, ഒരു കുട്ടി ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വയസ്സായ, ഫോർ എക്സാമ്പിൾ ഒരു വയസ്സായ ആള് റോഡ് ക്രോസ് ചെയ്യുന്നു. റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു കാറ് ഭയങ്കര സ്പീഡിൽ വരുന്നു, നല്ല സ്പീഡിൽ ഒരു കാറ് വരുന്നു. അയാൾ അവിടെ മരിച്ചു വീഴുന്നു. അയാൾ വീണു, അയാൾ മരിക്കുന്നു, കേസ് ആവുന്നു. അപ്പൊ പല ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെ ഓപ്ഷൻസ്? ഫോർ എക്സാമ്പിൾ, ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് റിട്രോസ്പെക്റ്റീവ് ഡിസൈൻ. എന്തൊക്കെ ഡിസൈന്? കാർ ഹിറ്റ് ചെയ്തു, അങ്ങനെ അയാൾ മരിച്ചു. ഒരു കാർ ഹിറ്റിൽ അയാൾ മരിച്ചു എന്നുള്ള ഒരു പോസിബിലിറ്റി. പിന്നെ എന്ത് പോസിബിലിറ്റി ആണുള്ളത്? അയാൾക്ക് കാർഡിയാക് അറസ്റ്റ് വന്നു. അതല്ലെങ്കിൽ ഫെൽ ഡൗൺ ആൻഡ് റിലേറ്റഡ് ബ്ലീഡിംഗ് ലെഡ് ടു ദ ഇഞ്ചുറി, അല്ലെങ്കിൽ ഡെത്തിലേക്ക് പോയി. ബ്ലീഡിങ് വന്നു, ബ്ലീഡിങ് വന്നു. അപ്പൊ ആദ്യത്തിൽ നമ്മൾ ഒരു ആളെന്നുള്ള രീതിയിൽ നമ്മൾ ഒരാളെ കാർ ഇടിച്ചിട്ടുണ്ട്, അയാൾ മരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷേ വെൻ വി ആർ അനലൈസിങ് ഇറ്റ് പ്രോപ്പർലി, ചിലപ്പോൾ അയാൾക്ക് വന്ന കാർഡിയാക് അറസ്റ്റ് ആയിരിക്കും അയാൾ മരിക്കാൻ കാരണം. കാർ ഇസ് എ റീസൺ, അല്ലെങ്കിൽ കാർ എന്ന് പറയുന്നത് എത്തി എന്നുള്ളത് അതിന്റെ ഒരു കോസ് ആയി കാണും. പക്ഷെ കാർ ഇടിച്ചല്ല അയാൾ മരിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒറ്റ സ്ട്രെച്ചില് വിധി എഴുതുന്നത് കാർ ഇടിച്ചു, അയാൾ വീണു, മരിച്ചു. പക്ഷെ ആക്ച്വലി നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ ചിലപ്പോഴ് കാർ ഇടിച്ചല്ല മരിച്ചത്. അതുകൊണ്ടാണ് ഇതിൽ വരുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ഈ എക്സ്പോസ് ഫാക്ടർ റിസർച്ചിൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം ആണ് പോസ്റ്റ് ഹോക് ഫാലസി എന്ന് പറയുന്നത്. പോസ്റ്റ് ഹോക് ഫാലസിയുടെ സ്പെല്ലിംഗ്, ലെറ്റ് മീ ചെക്ക് ഇറ്റ്. Okay, this I think let me clarify the spelling of the post hoc fallacy. I don't know exactly. Anyway, I will clarify it later. Post hoc fallacy എന്ന് പറയുന്ന, is it F? That is my concern. Post hoc fallacy എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ചെയ്യുന്ന കാര്യം തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും റീസൺ ആണോ അതിന്റെ പിന്നിൽ, അങ്ങനെ നമുക്ക് ആ തെറ്റ് വരുന്നതിനെയാണ് പോസ്റ്റ് ഹോക് ഫാലസി. അപ്പൊ നമ്മളിവിടെ ജഡ്ജ് ചെയ്തപ്പോഴ് ഇവിടെ ആദ്യം നമ്മൾ പറഞ്ഞു കാർ ഹിറ്റ് ചെയ്തുകൊണ്ടാണ് അയാൾ മരിച്ചത്. ദിസ് ഇസ് അവർ ജഡ്ജ്മെന്റ്. പക്ഷേ നമ്മള് പിന്നെ അപ്പൊ കാർ ഡ്രൈവർ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. കാർ ഡ്രൈവറിന് വേറെ തലയിടിച്ച് പരിക്ക് പറ്റി, അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഇതൊന്നും അന്വേഷിക്കാനുള്ള സമയമില്ല. അങ്ങനെ അയാൾക്ക് ചെറിയ ഇഷ്യൂസ് ആയിരുന്നു, സർജറി കഴിഞ്ഞു. പിന്നെ അങ്ങേര് കാർ ഡ്രൈവർ സർ മ്യൂട്ടാണല്ലോ.
Sir, എൻ്റെ ഓഡിയോ മ്യൂട്ടായി കണ്ടിരുന്നു. സാർ ലെഫ്റ്റ് ആയിട്ടുണ്ട്. സാറ് ജോയിൻ ആയിക്കോളും. സാർ ലെഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. സാറ് വരുന്നവരെ ഇതുവരെ അടുത്ത് എന്തെങ്കിലും നോട്ട് ചെയ്ത കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ സാറ് വരുമ്പോൾ നമുക്ക് ഡൗട്ട് ചോദിക്കാനോ ഈ സമയം യൂസ് ചെയ്യാം. എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട് ഒന്ന് കവർ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ആരെങ്കിലും ഒന്ന് പറയോ? ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നില്ല. Just a minute. Okay, starting. Okay, sir. Okay. കുറെ സമയം ബ്രേക്ക് ആയോ? ഈ നെറ്റ് കോൾ വന്നതിന്റെ പ്രശ്നം കുറെ സമയം ബ്രേക്ക് ആയോ?
ഇല്ല സാർ കുറച്ചൊരു 2 minutes. Okay, just a minute. I am just changing the connection. Just Okay. just a minute. 2 minute കൂടെ കേട്ടോ. ഇനിയിപ്പം
Hello? Yes. Just a connection problem. Connection. Is it audible now? Yes, sir. Okay. Change the connection. Thank you. Now, let's see the other. Research methods are significant question. Now, let's see what are different other concerns of research. One more thing is just like type, we can what we call some paradigms of research, qualitative and quantitative. Qualitative and quantitative. Pala research qualitative and pala research quantitative. What are the difference between qualitative and quantitative? Let's see that. Yes. ഇതില് പ്രത്യേകിച്ചും ഇതിൽ നമ്മൾ ഒന്നാമത് ക്വാണ്ടിറ്റേറ്റീവ് എടുക്കാം. ക്വാണ്ടിറ്റേറ്റീവ് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പർ. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പർ. എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്പറിലാണ് എഴുതുക. എത്ര പെർസെന്റേജ് ആളുകൾ, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള കോറിലേഷൻ എത്രയാണ്, അല്ലെങ്കിൽ രണ്ട് സംഭവങ്ങൾ നമ്മൾ കമ്പയർ ചെയ്തപ്പോഴേ ഇത്ര മെയിൻ ഡിഫറൻസ് ഇത്ര വന്നു എന്നൊക്കെ നമ്മൾ നമ്പറിന്റെ പാറ്റേണിൽ എഴുതുകയും പെർസെന്റേജോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡെക്സസിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡിസസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതുമ്പോൾ അത്തരം സ്റ്റഡീസിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. കളക്ടിങ് ദ ഡാറ്റ ആൻഡ് അനലൈസിങ് യൂസിങ് മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിനെയാണ് അത്തരം തരം സ്റ്റഡീസിലാണ് ദാറ്റ് ഈസ് എക്സ്പ്ലെയിനിങ് in terms of number. Explaining in terms of number. അത്തരം സ്റ്റഡീസിനെയാണ് നമ്മൾ quantitative studies എന്ന് പറയുന്നത്. Quantitative studies. Now see what are the other aspects of quantitative. It is considered as objective. Quantitative research is considered as objective. കാരണം നമ്മൾ ഒരു ടൂൾ കൊടുക്കും. If we are giving a tool and collecting the data, there is no chance of biasness. No chance of biasness. Biasness in chance illa. ഞാനൊരു ടൂൾ കൊടുത്തു, ആ ടൂളിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണോ അതനുസരിച്ചാണ് റെസ്പോണ്ടന്റ് ആൻസർ ചെയ്യുന്നത്. അവിടെ ബയാസ്നെസ്സിന് ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഒബ്ജക്റ്റീവ് ആണെന്ന് പറയുന്നത്. ലെസ് ചാൻസ് ഓഫ് ബയാസ്. അത് അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു പോയിന്റ് ആയിട്ട് നമുക്ക് നോ ചാൻസസ് ഓഫ് ബയാസ്നെസ്. Now another category, it is relatively easy to carry out. Not to as a whole research easy alla, but relatively easy to carry out the quantitative research. Qualitative ആണെങ്കിൽ അത് ഓർഗനൈസ് ചെയ്യുന്നതിൽ വളരെ ഡിഫിക്കൽട്ട് ആണ്. അത് ഡാറ്റ കളക്ട് ചെയ്യാൻ നമ്മൾ വളരെ ഡിഫിക്കൽട്ട് ആണ് ക്വാളിറ്റേറ്റീവ്. പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ് relatively easy to carry out. Next is it follows inductive method. It follows inductive method. Inductive method means we are taking particular cases and we are generalizing. After particular cases we are generalizing. Adinana nammal inductive method parayunnu. Inductive method follows from particular to general. I am checking the first case. Is it okay in this case? Then I am going to the second, I am going to the third, and finally I am generalizing. That is particular to general എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. We are seeing the part first and whole second. That is actually the particular to general case of inductive method. Now just opposite is qualitative. Just opposite qualitative. Numerical data എല്ലാം അവിടെ കളക്ട് ചെയ്യുന്നത്. In-depth interview, case study, observation തുടങ്ങിയ methods ഉപയോഗിച്ച്, in-depth interview, case study, observation തുടങ്ങിയ method ഉപയോഗിച്ച് describe ചെയ്യുന്ന data, descriptive data ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Descriptive data and
analyzing as such, analyzing after transcribing it. അതിനെ transcribe ചെയ്ത് നമ്മള് without number as such, that is without number പാറ്റേണിലേക്ക് മാറാതെ അതേ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്പറിന് പ്രസക്തിയില്ല. ചില ആളുകൾ പറയും ഞാൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് നടത്തിയത് എന്നൊക്കെ പറയും. എന്നിട്ട് അവരെ എഴുതി വെക്കും 60% ആളുകൾ ഇന്നത് പറഞ്ഞു, 40% ആളുകൾ അതിന് ഓപ്പോസിറ്റ് ആണ് പറഞ്ഞത്, 35% ആളുകൾക്ക് ഈ ഒരു ഒപ്പീനിയൻ ആണ്, 60% ആളുകൾക്ക് വേറൊരു ഒപ്പീനിയൻ ആണ്, 5% ആളുകൾക്ക് പ്രത്യേകിച്ച് ഒപ്പീനിയൻ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ നമ്പറിൽ പറഞ്ഞിട്ട് അവർ പറയും ഞാൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്തു. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ആൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അവിടെ നമ്മൾ ചെയ്ത എന്താണ്? ക്വാളിറ്റേറ്റീവ് ആയ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന ക്വാളിറ്റേറ്റീവ് ആയ ഒരു ടെക്നിക്ക് നമ്മൾ എംപ്ലോയ് ചെയ്ത് നമ്മൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് റിയലി ക്വാളിറ്റേറ്റീവ് എന്ത് ചെയ്യണം? നമ്മള് ഇന്റർവ്യൂ നടത്തി അവര് പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്ത് അതുപോലെ എഴുതുകയും അതിൽ നിന്ന് ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങളെ എടുത്ത് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ സിഗ്നിഫിക്കന്റ് ആസ്പെക്ട് ആയിട്ട് പറയുകയും ചെയ്യുമ്പോഴാണ് അത് റിയൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആവുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഈസ് ഡിഫിക്കൽട്ട് ടു ഓർഗനൈസ്. നേരത്തെ നമ്മൾ റിലേറ്റീവ്ലി ഈസി എന്ന് പറയുന്നു. ദിസ് ഈസ് റിലേറ്റീവ്ലി ഡിഫിക്കൽട്ട് ടു ക്യാരി ഔട്ട്. റിസർച്ച് നടത്തല് ഈസി അല്ല. പക്ഷെ അതുപോലെ തന്നെ ഇതിന് കൂടുതൽ സാമ്പിൾ ഒന്നും വേണ്ട, ലെസ് സാമ്പിൾ മതി. അതുകൊണ്ട് തന്നെ അത് ഈസി ആണെന്ന് ആ രീതിയിൽ നമുക്ക് പറയാം. ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ നമുക്ക് ലാർജ് സാമ്പിൾ എടുത്ത് നടത്തുമ്പോഴാണ് അതിന്റെ വാലിഡിറ്റി വരുന്നത്. മറ്റൊന്ന് there is chance of, this is also called as subjective. സബ്ജക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ ഞാനൊരു പൊളിറ്റിക്കൽ അലയൻസിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ ഉള്ള ഒരാളാണ്, എനിക്കൊരു പൊളിറ്റിക്കൽ ചായ ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിലുള്ള ചായ വെച്ചിട്ട് ഞാന് ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭരണ പരിഷ്കാരങ്ങളെ അനലൈസ് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് ഞാൻ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ എനിക്ക് NDAയുടെ രാഷ്ട്രീയത്തോട് ഒരു താല്പര്യമുള്ള ആളാണ്. അപ്പൊ ഞാൻ റിസർച്ചിൽ പോയ എന്തായിരിക്കും അവസ്ഥ? നെഗറ്റീവ് ആയിട്ടൊരു കമന്റ് കിട്ടുമ്പോൾ അതിനെ ബോധപൂർവം മറച്ചു വെക്കാനും പോസിറ്റീവായി കിട്ടുന്ന കമന്റിനെ ഹൈലൈറ്റ് ചെയ്യാനും ഒരു ടെൻഡൻസി ചെറുതായെങ്കിലും അതിൽ വരും. അതുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ സബ്ജക്റ്റീവ് എന്ന് വിളിക്കാൻ കാരണം. എത്ര നമ്മൾ മറച്ചു വെച്ചാലും എത്രത്തോളം നമ്മൾ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും there are chances of coming out such kind of biases. അതുകൊണ്ടാണ് there are chances of biases എന്ന് പറയുന്നത്. അതുപോലെ ഒരാൾ പറഞ്ഞത് വളരെ നെഗറ്റീവ് ആയിട്ടൊരു കമന്റ് വന്നപ്പോ ഇത് എഴുതി കഴിഞ്ഞാൽ ആളുകൾ ചോദ്യം ചെയ്യും, അതുകൊണ്ട് തൽക്കാലം ഇതിനെ ഒഴിവാക്കാം. അതും ബയാസ്നെസ് ആണ്, സബ്ജക്റ്റിവിറ്റിയാണ്. ചില ആളുകൾ വളരെ തീവ്രമായ കാര്യങ്ങൾ പറയുമ്പോഴും അതിന്റെ ഒരു അർത്ഥത്തില് മനസ്സിലാക്കാൻ നമുക്ക് അറിയുന്നില്ല. ഇപ്പൊ നമ്മൾ പട്ടിണിയെ കുറിച്ച്, ഭക്ഷണം ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അപ്പൊ നമ്മൾ പോയപ്പോഴ് ഭക്ഷണം ഇല്ലായ്മയെ കുറിച്ച് ഇപ്പൊ നമ്മൾ നല്ല വി ആർ വിത്ത് ഫുൾ ഫ്ലഡ്ജ് എല്ലാ കാര്യങ്ങളുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ ഫുഡിനെ കുറിച്ച് ഞാൻ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ നമ്മൾ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന് പറയുന്നതും അവര് അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്ത അത്തരം ദരിദ്രരായ ആളുകള്, അത്തരം ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകൾ 2 ദിവസം ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറയുമ്പോഴും അത് തമ്മിൽ താരതമ്യം ചെയ്യാൻ പോലും ചിലപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. ചാൻസസ് ഓഫ് ബയാസ്നെസ് അല്ലെങ്കിൽ അവരുടെ ആ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കി. എനിക്ക് നന്നായി വിശന്ന് വയറ് കത്തുന്നു എന്ന് ഒരാള് 4 ദിവസമായി ഭക്ഷണം കഴിക്കാത്ത ഒരാൾ പറയുന്നതും ചിലപ്പോൾ നമ്മൾ എടുക്കുന്നത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ച് ഉച്ചയായപ്പോഴേക്ക് നമ്മൾ വയറ് കത്തിയതായിരിക്കും നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ നമ്മൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചാൻസസ് ഓഫ് ബയാസ്നെസ്, അതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്ന ചില ഇഷ്യൂസ്. സിമിലർലി ഇറ്റ് ഫോളോസ് ഡിഡക്റ്റീവ് മെത്തേഡ്. അതിന് ഡിഡക്റ്റീവ് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. General to particular. I have a theory of marriage. If I am a sociologist, I have a theory of marriage. Marriage in the theory കുറഞ്ഞ അല്ലെങ്കിൽ ഫാമിലി ലൈഫിനെ കുറിച്ച് കുറെ തിയറീസ് അഗസ്റ്റ് കോംറ്റെ പറഞ്ഞിരിക്കുന്നു, എമിൽ ഡർക്കിൻ, കുറെ ആളുകൾ തിയറീസ് ഓഫ് ഫാമിലി പറഞ്ഞിരിക്കുന്നു. ഞാൻ I am going to a tribal group, I am checking whether it is exactly that way or whether they have a specific kind of theory. അങ്ങനെ ജനറലിൽ നിന്നും I am specifying it. അതാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ജനറൽ ടു പെർട്ടിക്കുലർ. ഓക്കെ, ഡിഡക്റ്റീവ് ദാറ്റ് ഈസ് ജനറൽ ടു പെർട്ടിക്കുലർ.
This is you can use this kind of coding. General to this is the difference between inductive and deductive, or quantitative and qualitative. It is significant question. Now we are moving to processes of research, or we can call it as stages of research. Process അല്ലെങ്കിൽ stages എന്താണെന്ന് നോക്കാം. Let me go to PPT again. എന്തൊക്കെയാണ് നമ്മുടെ stages of research? Quantitative, qualitative പറഞ്ഞു. Now we are in the stages of research. What is actually the stage? ആദ്യം വേണ്ടത് selection of the problem. We are selecting a problem. Selecting a problem, as I told you, once you select a problem, what is next? We have to identify the research gap. We have to identify the research gap. എന്താണ് problem? എനിക്ക് ഞാൻ എടുത്തിരിക്കുന്ന problem, maybe some other people have carried out such kind of research in another state or another locality, another nation. പല രീതിയിൽ നടത്തിയിട്ടുണ്ടാവും. അതിൽ നിന്ന് വ്യത്യസ്തമായി how can I make it? എന്റെ മെത്തഡോളജി ഡിഫറെന്റ് ആണ്, എന്റെ ടൂൾസ് ഡിഫറെന്റ് ആണ്, ഞാൻ എടുത്തിരിക്കുന്ന സാമ്പിൾ ഗ്രൂപ്പ് വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒബ്ജക്റ്റീവ് അവർ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇങ്ങനെ സ്പെസിഫിക് ആയി നേരത്തെ നടന്നിരിക്കുന്ന പഠനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഗ്യാപ്പ് ഐഡന്റിഫിക്കേഷൻ. ഇനിയും ചെയ്യാത്ത ഏരിയാസിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അത് കഴിഞ്ഞ് റിസർച്ച് പ്രോബ്ലത്തെ ഷാർപ്പൻ ചെയ്യുന്നു. Then we are delimiting and defining the problem. We are delimiting and defining the problem. Problem will be delimited and defined. That is, now after this നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ പലതിലും പല രീതിയിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നിടത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്ന റിസർച്ച് ഗ്യാപ്പ്? ത്രൂ literature. So better I will take this also together, that will be good. Okay, so ആദ്യത്തേത് ഞാൻ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ പറഞ്ഞു. ഒരു പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് how will I sharpen the problem? Of course, review is required. Review of related literature is required. Then I am sharpening the problem. Sharpening the problem, or we can call it as defining the problem. Defining the problem. Right. Defining and delimiting the problem. എന്താണ്? എങ്ങനെ എക്സാമ്പിൾ, ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? Take an example. For example, I took a study. Adjustment of students and their performance. This is my problem. I have selected this problem. ഇങ്ങനൊരു പ്രോബ്ലം ഞാൻ എടുത്തു. ഞാൻ റിവ്യൂ നോക്കിയപ്പോഴേ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് കുറെ ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിൽ നോക്കിയപ്പോഴേ പലതരം സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്, ഇമോഷണൽ അഡ്ജസ്റ്റ്മെന്റ്, ഫാമിലിയൽ അഡ്ജസ്റ്റ്മെന്റ്, പല അഡ്ജസ്റ്റ്മെന്റുകൾ ആളുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോഴേ റിലേറ്റീവ്ലി, ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്, ക്ലാസ് റൂം അഡ്ജസ്റ്റ്മെന്റ് ഈസ് ലെസ് ടേക്കൺ ബൈ സ്റ്റഡി. അപ്പൊ ഞാൻ നോക്കി, ഓക്കെ, ക്ലാസ് റൂം അഡ്ജസ്റ്റ്മെന്റ് എടുക്കാം, ക്ലാസ് റൂം അഡ്ജസ്റ്റ്മെന്റ് എടുക്കാം. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിച്ചപ്പോഴാണ് ക്ലാസ് റൂം അഡ്ജസ്റ്റ്മെന്റ് കുറെ ആളുകൾ പല കോണ്ടെക്സ്റ്റിലും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ സ്റ്റഡീസ് ഉണ്ട് അതില്. പക്ഷേ ഇതിനെ ഇനി ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് പ്രൈമറി സ്കൂളിൽ സാധാരണ സ്റ്റഡീസ് കുറവാണ്, പ്രൈമറി സ്കൂൾ ലെവലില് സ്റ്റഡീസ് കുറവാണ്. ഓക്കെ, അപ്പൊ എനിക്ക് കൂടുതൽ ആളുകളും ഹൈസ്കൂള്, സീനിയർ സെക്കൻഡറി ഒക്കെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് പ്രൈമറി സ്കൂൾ എടുക്കാം. പിന്നെ വീണ്ടും ഞാൻ നോക്കിയപ്പോഴാണ് പ്രൈമറി സ്കൂളിലും എല്ലാവരും നടത്തിയിട്ടുണ്ട്, പിന്നെ ഞാനിത് നടത്തിയിരുന്ന വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് ക്യാൻ ഐ ടേക്ക് എ സ്പെഷ്യൽ ഗ്രൂപ്പ്, ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിനെ എനിക്ക് എടുക്കാൻ പറ്റും. സ്പെഷ്യൽ ഗ്രൂപ്പിനെ ഞാൻ എടുത്തു. ഫോർ എക്സാമ്പിൾ, വിഷ്വലി ചാലഞ്ച്ഡ്. ഓക്കെ, വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള
കുട്ടികളുടെ പ്രൈമറി കുട്ടികളുടെ ക്ലാസ് റൂം അഡ്ജസ്റ്റ്മെന്റും പെർഫോമൻസും എടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ സ്റ്റഡി ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ classroom adjustment and performance of visually challenged primary school students. This is my final study. അപ്പൊ ഞാൻ റിവ്യൂ മനസ്സിലാക്കിയതിൽ നിന്നും ഞാൻ എന്റെ സ്റ്റഡിയെ ഒന്ന് ഷാർപ്പൻ ചെയ്ത് എഴുതി. ക്ലാസ് റൂം അഡ്ജസ്റ്റ്മെന്റ് ആക്കി, പെർഫോമൻസ് അതുപോലെ നിലനിർത്തി, എന്റെ ഗ്രൂപ്പിനെ ഒന്ന് മാറ്റി. വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള പ്രൈമറി സ്കൂളിലെ കുട്ടികളെ എടുത്തു. അപ്പൊ എന്റെ സ്റ്റഡി യുണീക് സ്റ്റഡി ആയി. ഈ സ്റ്റഡി കൂടുതൽ ആരും ചെയ്തിട്ടില്ല. Thus I finalize. ഇതാണ് ഷാർപ്പനിങ് ഓഫ് ദ പ്രോബ്ലം ആൻഡ് ഡിഫൈനിങ് ആൻഡ് ഡീലിമിറ്റിംഗ് എന്ന് പറയുന്ന കാറ്റഗറി. ക്ലിയർ ആണല്ലോ? Now I am going to the slide again. After this, after selection of the problem, we have to define the problem and then we are going to the objectives. What is objective actually? Objectives. എന്റെ സ്റ്റഡിയിൽ ഞാൻ എന്തൊക്കെയാണോ പഠിക്കാൻ പോകുന്നത് അതിനെ ആക്ഷൻ വെർബിലൂടെ സ്പെസിഫൈ ചെയ്ത് എഴുതുന്നതിനെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. So writing the aims of your study specifically, അതിനെയാണ് writing objectives എന്ന് പറയുന്നത്. How will you write the objective? Okay, so ഇത് എടുക്കുകയാണെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാമെന്ന്? To study the classroom adjustment. I got it, class EA. Classroom adjustment of visually impaired students or visually challenged students. അതല്ലെങ്കിൽ to measure the extent of classroom adjustment or to test the performance. This way, ഈ രീതിയിൽ നമ്മൾ വളരെ സ്പെസിഫിക് ആയി എഴുതുന്നത് to find out the relationship between classroom adjustment and academic performance. അല്ലെങ്കിൽ to ascertain the relationship. ഓരോ വ്യത്യസ്തമായ പാരാഫ്രൈസ് ചെയ്ത റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, ബാക്കി അതുപോലെ എഴുതും. Ascertain the relationship. If you have boys girls comparison, to compare the classroom adjustment of visually impaired boys and girls. ഇങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. റൈറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ആണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഹൈപ്പോത്തസിസ്. What is hypothesis actually? Hypothesis is a tentative generalization. We can call it as tentative generalization. Hypothesis is a tentative generalization. About the result of your study, or we can call it as it is a studied guess about your results. It's an assumption about നമ്മുടെ റിസൾട്ടിനെ കുറിച്ചുള്ള അസംപ്ഷൻ ആണ്. വിഷ്വലി ഇമ്പയർഡ് സ്റ്റുഡൻസിന്റെ അക്കാഡമിക് പെർഫോമൻസും അവരുടെ ക്ലാസ് റൂം അഡ്ജസ്റ്റ്മെന്റും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് എങ്ങനെയായിരിക്കും? റിലേഷൻഷിപ്പ് ഉണ്ടാവോ? ഉണ്ടെങ്കിൽ തന്നെ അത് പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ? ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ഒരു സ്റ്റഡീഡ് ഗസ്സിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ടെന്റേറ്റീവ് ജനറലൈസേഷൻ. Got it? Now, the categories of hypothesis. Hypothesis, generally there are many forms of hypothesis. I am dealing with you three major types of hypothesis. Directional hypothesis, non-directional hypothesis, and null hypothesis. Let's see what is directional hypothesis, what is non-directional hypothesis, what is a null hypothesis.
when we are, how do we, before going to that, how do we write hypothesis? ഒരു hypothesis നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? It is a, as I told you, it is a studied guess about your result. It is not a simple guess. It is a studied guess about your. അപ്പൊ നമ്മൾ സ്റ്റഡി ചെയ്യണം. നേരത്തെ നടന്നിരിക്കുന്ന പഠനങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുമ്പോഴാണ് അത് സ്റ്റഡീഡ് ഗസ് ആവുന്നത്. ഹൗ ഡു വി ഗോ അഹെഡ് വിത്ത്? എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? സ്റ്റഡീഡ് ഗസ് ആക്കാൻ പറ്റും. സി, പ്രൈമറി കുട്ടികളില് അക്കാഡമിക് പെർഫോമൻസും അഡ്ജസ്റ്റ്മെന്റുമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ സ്റ്റഡി, ഫോർ എക്സാമ്പിൾ എനിക്ക് 100 സ്റ്റഡി കിട്ടി. അതിൽ നോക്കിയപ്പോഴേ 80 സ്റ്റഡിയും പറയുന്നു 80 studies collected report that there is a positive relationship. Okay, 80% സ്റ്റഡീസും പറയുന്നു പോസിറ്റീവ് റിലേഷൻഷിപ്പ്. അപ്പൊ എനിക്കും അങ്ങനെ തന്നെ എഴുതാം. ഞാനും എഴുതി there is a positive relationship between classroom adjustment and academic performance of primary school students. ഞാനും അങ്ങനെ തന്നെ എഴുതി. കാരണം എനിക്ക് 100 സ്റ്റഡിയിലെ 80 സ്റ്റഡിയും അതുപോലെ. അതാണ് സ്റ്റഡീഡ് ഗസ്. അവിടെയാണ് സ്റ്റഡീഡ് ഗസ്. സ്റ്റഡി ചെയ്ത് ഗസ് ചെയ്യാൻ പറ്റുന്നത്. There is a positive relationship between. ഓക്കെ, ഇനി വേറൊരു സംഭവം നിങ്ങൾക്ക്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആങ്സൈറ്റി ആണ് ഒന്ന്. ആങ്സൈറ്റി ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽ. ആളുകൾ ആങ്സൈറ്റി ഉള്ളവര് അവരുടെ ഇന്റർപേഴ്സണൽ സ്കില്ലിനെ കോറിലേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഒരു 60 സ്റ്റഡീസ് ആണ് എടുത്തത്. 60 സ്റ്റഡീസ് നിങ്ങൾ എടുത്തപ്പോൾ അതില് 45 സ്റ്റഡീസ് report that there is a negative relation. അത് രണ്ടും തമ്മിൽ നെഗറ്റീവ് ആണ്. നന്നായിട്ട് ആങ്സൈറ്റി ഉള്ളവർക്ക് ഇന്റർപേഴ്സണൽ സ്കിൽ വളരെ കുറവാണെന്നാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതുന്നു? Yes, I will also write there is a negative relationship between anxiety and interpersonal skill. അപ്പൊ ഞാനും എഴുതി there is a negative relationship between anxiety and interpersonal skill. Clear? This is what we call it as hypothesis. ഇനി ചില സമയത്ത് നമുക്ക് പകുതി ആളുകൾ, ഇപ്പൊ നമ്മളെ ഇന്റലിജൻസ് അതുപോലെ ഇന്റലിജൻസ് അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ്. അപ്പൊ നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ പൊളിറ്റീഷ്യൻസിനെ നിങ്ങൾ പഠിക്കാൻ. പൊളിറ്റീഷ്യൻസിനെ പഠിച്ചപ്പോഴ് അവരുടെ ഇന്റലിജൻസും അവരുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലുമാണ് നിങ്ങൾ കോറിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി പഴയ സ്റ്റഡീസ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കിയപ്പോഴ് കുറെ സ്റ്റഡീസ് പറയുന്നു അത് തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട്. കുറെ സ്റ്റഡീസ് പറയുന്നു അങ്ങനെ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. അപ്പോ സ്റ്റഡികളുടെ എണ്ണം കാര്യമായി ഒന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഏതാണ് റിലേഷൻഷിപ്പ്, എങ്ങനെയാണ് വരുന്നത്, നേരത്തെയുള്ള ട്രെൻഡുകൾ എന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് പ്രയാസമാണ്. ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ നമ്മൾ പറയുന്നു there is a റിലേഷൻഷിപ്പ് ഉണ്ട് എന്തായാലും, പക്ഷെ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മൾ സിംപ്ലി പറഞ്ഞു there is a relationship between x and y. അത് രണ്ടും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പോസിറ്റീവ് ആണെന്നും പറഞ്ഞില്ല, നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നോക്കൂ, നമ്മുടെ സ്റ്റഡീസ് നോക്കൂ, നമ്മുടെ ഹൈപ്പോസിസ് എഴുതിയത് നോക്കൂ. ഇതൊരു ഹൈപ്പോസിസ് ആണ്. എന്തെഴുതി? there is a relationship between x and y. പോസിറ്റീവ് ആണെന്ന് പറഞ്ഞില്ല, നെഗറ്റീവ് ആണെന്ന് പറഞ്ഞില്ല. ഇവിടെ എന്ത് പറഞ്ഞു? there is a negative relationship between x and y. ഇവിടെ എന്ത് പറഞ്ഞു? there is a positive relationship between classroom adjustment and academic performance. ഇങ്ങനെ 3 തരത്തിലാണ് ഹൈപ്പോസിസ് വരാൻ സാധ്യത. ഇതിനെയാണ് നമ്മൾ ഹൈപ്പോസിസിന്റെ കാറ്റഗറൈസേഷനിൽ വരുന്ന നൾ, ആൾട്ടർനേറ്റ്, ഡയറക്ഷണൽ, നോൺ ഡയറക്ഷണൽ എന്നുള്ള രീതിയിൽ. ഡയറക്ഷൻ എന്ന് പറയുമ്പോ ക്ലാരിറ്റി ഉണ്ട്. ഇഫ് ഡയറക്ഷൻ ഈസ് ക്ലിയർ. എന്താ ഡയറക്ഷൻ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അപ്പൊ നമ്മൾ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും ഒക്കെ പറയുമ്പോൾ അത്തരം ഹൈപ്പോസിസിനെയാണ് നമ്മൾ ഡയറക്ഷണൽ ഹൈപ്പോസിസ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ ഈസ് ക്ലിയർ.
There is a positive relationship. What is the direction? If one increases, the other will increase. If you give chocolates, kid will be happy. If you give chocolates, child will be happy. About the positive relation, there is a positive relationship between number of chocolates or number of toys and the happiness of child. അപ്പൊ നിങ്ങൾ ഒരു ടോയ് കൊടുത്താൽ ഹാപ്പി ആയി, അടുത്ത ടോയ് കൊടുത്താൽ വീണ്ടും ഹാപ്പി ആയി. അപ്പൊ ഹാപ്പിനെസ് ഇങ്ങനെ കൂടുന്നു ടോയ്സിന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച്. ഒരു കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളൊരു ടോയ്സ് റിമൂവ് ചെയ്തു, ഹാപ്പിനെസ് കുറയുന്നു. അടുത്തത് റിമൂവ് ചെയ്തു, ഹാപ്പിനെസ് കുറയുന്നു. എല്ലാം കൂടെ റിമൂവ് ചെയ്തു, കുട്ടി കരയുന്നു, കംപ്ലീറ്റ് ഹാപ്പിനെസ് പോകുന്നു. അതാണ് പോസിറ്റീവ് റിലേഷൻഷിപ്പ്. കൂടുമ്പോ കൂടുന്നു, കുറയുമ്പോ കുറയുന്നു, രണ്ടും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു. ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ, പോസിറ്റീവ് ഡയറക്ഷൻ. രണ്ടാമത്തെ കേസും ഡയറക്ഷൻ ക്ലിയർ ആണ്. നെഗറ്റീവ് റിലേഷൻഷിപ്പ്. നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്താണ്? നെഗറ്റീവ് റിലേഷൻഷിപ്പ്, നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒന്ന് കൂടുമ്പോ ഒന്ന് കുറയുന്നു. ആങ്സൈറ്റി കൂടുമ്പോൾ പെർഫോമൻസ് കുറയുന്നു, ആങ്സൈറ്റി കൂടുമ്പോൾ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ സ്കില്ല് കുറയുന്നു. അതാണ് directional hypothesis. Directional means direction is clear. What is non-directional? Direction is non-clear. We are saying that there is a relation. അവസാനം പറഞ്ഞ hypothesis എന്താണ്? There is a relationship between x and y. പബ്ലിക് സ്പീക്കിങ്ങും ഇന്റലിജൻസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ ഞാൻ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞില്ല, നെഗറ്റീവ് ആണെന്ന് പറഞ്ഞില്ല. ഇതിനെയാണ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. Directional and non-directional. With examples you have to write. What is null? Null hypothesis actually, this is used when we go for testing the hypothesis. It is used only when we test the hypothesis. ചില ആളുകൾ hypothesis, null hypothesis അവരുടെ hypothesis ആയി എഴുതി വെക്കും. It is totally wrong. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗൈഡിങ് പ്രിൻസിപ്പിൾ ടു ദ റിസർച്ചർ. റിസർച്ചിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ലൈറ്റ് ആയിട്ടാണ് നമ്മൾ ഹൈപ്പോത്തസിസിനെ കാണുന്നത്. നേരത്തെ നടന്നിരിക്കുന്ന പഠനങ്ങൾ ഇങ്ങനെയാണ്, അപ്പൊ എന്റെ സ്റ്റഡി അതുപോലെ ആണോ അല്ലയോ, ഇതാണ് എന്റെ സ്റ്റഡിയിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ ഹൈപ്പോത്തസിസ്. അപ്പൊ ഞാൻ ഹൈപ്പോത്തസിസ് ഒന്നുമില്ലെന്ന് എഴുതി വെക്കുന്നത് തെറ്റാണ്. നെഗറ്റീവ് ഫോമിൽ ഹൈപ്പോത്തസിസ് എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ നൾ എന്ന് പറയുന്നത്. ഇത് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ നെഗേഷൻ. അതായത് there is no relationship between x and y. എക്സും വൈയും തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ there is no difference between two groups, like between boys and girls in achievement. ഇങ്ങനെ നോ എന്ന് പറഞ്ഞ് എഴുതുമ്പോ അതാണ് null hypothesis. പക്ഷെ അതെവിടെ എഴുതത്തില്ല. We are not writing as our major hypothesis. പിന്നെ എവിടെ എഴുതും നമ്മള്? when we go for testing of hypothesis. ഹൈപ്പോത്തസിസ് ഉണ്ടാക്കിയാൽ നമ്മൾ ഹൈപ്പോത്തസിസ് എഴുതി വെച്ചാൽ at the end we have to test it. അതിന്റെ അവസാനം നമ്മൾ അത് പോയി ടെസ്റ്റ് ചെയ്യൽ നിർബന്ധമാണ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യൽ നിർബന്ധമാണ്. ആ ടെസ്റ്റിംഗ് സ്റ്റേജില് നമ്മൾ ഹൈപ്പോത്തസിസിനെ നൾ ഫോമിലേക്ക് മാറ്റി എഴുതും. അപ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈപ്പോത്തസിസ് നള്ളിലാക്കി എഴുതുന്നത്. ഒരിക്കലും we are not writing it in the exact pages. Got it? This is about hypothesis. Appo hypothesis endana adinte meaning definition, types of hypothesis you have to read properly. Now come to the methodology. Idi methodology ile method nammal paranju. Method paranju. Idupole thanne namukku parayanulla mattonnanu designs of research. Design pala designs research ilundu. Let's see design. Appo design namukku just onu parayam, then we have design ne kuriche oru block il nammal parayunnundu. We'll deal it later hopefully. Design endana serikku design ennu parayunnathu? It is the framework on which research is going.
It is the framework of research. റിസർച്ചിന്റെ ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ ഡിസൈൻ എന്ന് പറയുന്നത്. On which we are working rigorously. It's a framework on which we are working rigorously. It is a skeleton of research. It's a skeleton of research or research process. Research process inde oru skeleton ആണ് നമ്മൾ research, or we can call it as it's a blueprint of research. It's a blueprint of research. Research design. ഇനി പലതരത്തിലുള്ള ഡിസൈൻ സാധാരണ നമ്മൾ ചെയ്യുന്ന സിമ്പിൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയിലൊക്കെ ഉപയോഗിക്കുന്ന സർവേ ഡിസൈൻ ഉണ്ട്. സർവേ ഡിസൈൻ റിലേഷൻഷിപ്പ് കാണുന്ന സ്റ്റഡീസ് ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് കോറിലേഷണൽ ഡിസൈൻ. പിന്നെ പല വേരിയബിൾസിനെ ഒന്നിച്ച് നമ്മൾ എടുത്തിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്തരം റിസർച്ച് ഡിസൈൻ ആണ് ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. When we have experimental ആണെങ്കിൽ അത് എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ്. Qualitative ആണെങ്കിൽ we have qualitative design. These are some of the design that we generally use. Correlational design, factorial design, experimental design, qualitative design, survey design. ഇതാണ് ഡിസൈൻസിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോ നമ്മൾ ഇനി അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോകാം. മെത്തഡോളജിയിൽ നമ്മൾ ഡിസൈൻസ് ആണ് പറഞ്ഞത്. ഡിസൈൻസിന്റെ ക്ലാരിറ്റി നമുക്ക് വരും. അപ്പോ നമ്മള് ഹൈപ്പോത്തസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ അത് മെത്തേഡിലേക്ക് കടക്കുന്നു. മെത്തഡോളജിയിൽ ഏത് ഡിസൈൻ ആണ് ഏത് മെത്തേഡ് ആണെന്ന് ക്ലാരിറ്റി വരുത്തുന്നു. നമ്മൾ സ്റ്റേജസ് ഓഫ് റിസർച്ച് ആണ് പറയുന്നത്. ആദ്യമായി നമ്മളൊരു പ്രോബ്ലത്തിനെ സെലക്ട് ചെയ്യുന്നു, റിവ്യൂസ് വായിച്ച് അതിലൂടെ കടന്നുപോയി വി ആർ അനലൈസിംഗ് ദ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ ആൻഡ് ഷാർപ്പനിങ് ദ പ്രോബ്ലം. പ്രോബ്ലത്തെ നമ്മൾ ഷാർപ്പൻ ചെയ്യുന്നു. വൺസ് ദ പ്രോബ്ലം ഈസ് ഷാർപ്പൻ and delimited, redefine the problem. Problem ആയി കഴിഞ്ഞാൽ then we are stating the problem, statement of the problem. അത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് എഴുതുന്നു, ഹൈപ്പോത്തസൈസ് ചെയ്യുന്നു. ഹൈപ്പോത്തസിന് ശേഷം നമ്മൾ മെത്തഡോളജിയിൽ എങ്ങനെ ഹൗ ഓഫ് റിസർച്ച്, മെത്തഡോളജി എന്ന് പറയുമ്പോൾ ഹൗ ഓഫ് റിസർച്ച് എങ്ങനെ ഞാൻ ചെയ്യും. പ്രോപ്പർ ഡിസൈൻ ഐ ഷുഡ് ഹാവ്, പ്രോപ്പർ മെത്തഡ് ഐ ഹാവ്. ഇനി ഞാൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണെങ്കിൽ വാട്ട് ഈസ് മൈ ഗ്രൂപ്പ്, ഏത് ഗ്രൂപ്പിലാണ് ഞാൻ നടത്തുന്നത്, ഏത് ഗ്രൂപ്പിലാണ് ഞാൻ നടത്തുന്നത്. അതിനെയാണ് നമ്മൾ യൂണിവേഴ്സ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. യൂണിവേഴ്സ് ആൻഡ് പോപ്പുലേഷൻ, ദ ടോട്ടാലിറ്റി where I conduct my study. Totality where I conduct my study, that is universe. ഞാൻ നടത്തുന്ന എന്റെ ടൈറ്റിൽ അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ relationship between anxiety and achievement of secondary school students of Kerala. This is my study. For example, relationship between anxiety and achievement of secondary school students of Kerala. കേരളത്തിലെ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസിന്റെ ആങ്സൈറ്റിയും അച്ചീവ്മെന്റും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ പഠിക്കുന്നത്. വാട്ട് ഈസ് മൈ യൂണിവേഴ്സ്? യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ എന്റെ ടോട്ടാലിറ്റി എന്താണ്? ഓൾ ദ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ്, ഓൾ ദ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് ഓഫ് കേരള. ഇതാണ് എന്റെ യൂണിവേഴ്സ്. അതായത് ഞാൻ സാമ്പിൾ എടുക്കാൻ, ഈ അർത്ഥത്തിൽ ഞാൻ നേരെ സാമ്പിൾ എടുക്കാൻ പോവുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസിനെയും ഞാൻ എടുത്ത് അതിൽ നിന്നാണ് ഞാൻ സാമ്പിൾ എടുക്കുന്നത്. അതിനെയാണ് ഞാൻ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? നൗ വാട്ട് ഈസ് അനദർ ടേം ഈസ് ഡീലിമിറ്റേഷൻ. ഇപ്പൊ നിങ്ങൾ എം എ സൈക്കോളജി ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റഡി എടുത്താൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള അത്രയും സ്ഥലങ്ങൾ പോയിട്ട് അവിടെയുള്ള എല്ലാ കുട്ടികളുടെ അടുത്തും ഡാറ്റ കളക്ട് ചെയ്യൽ പോസിബിൾ അല്ല.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? You can select the data. You can select the data or collect the data from a specific area. You can delimit your study. You can delimit your study. For example, നിങ്ങൾ കേരളത്തിലെ കുട്ടികളുടെ എന്ന് പറഞ്ഞാലും my study is delimited to Malappuram and Calicut. എന്റെ സ്റ്റഡി മലപ്പുറം കാലിക്കറ്റ് മാത്രമാണ്. എനിക്ക് ഇങ്ങനെ ഡീലിമിറ്റ് ചെയ്യാം. After delimitation, what is your totality? That is population. Can we relate population and universe? That is I am speaking. Universe എന്ന് പറയുമ്പോൾ നമ്മൾ ഡീലിമിറ്റ് ചെയ്യുന്നതിന് മുന്നേ if you have delimitation ഇല്ലെങ്കിൽ എന്താണ്? Universe is equal to population. Delimitation ഇല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെയാണ് പോപ്പുലേഷൻ. ഡീലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ എന്താണ്? യൂണിവേഴ്സ് വ്യത്യസ്തമാവും. അതിനുശേഷം നിങ്ങൾ ഡീലിമിറ്റേഷൻ പറയും. എന്റെ ഡീലിമിറ്റേഷൻ എന്താണ്? ഇറ്റ് ഈസ് ഡീലിമിറ്റഡ് ടു മലപ്പുറം ആൻഡ് കാലിക്കറ്റ്. വീണ്ടും എനിക്കൊരു ഡീലിമിറ്റേഷൻ ഉണ്ട്. സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞു ഇറ്റ് ഈസ് ഡീലിമിറ്റഡ് ടു സ്റ്റേറ്റ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്കൂളുകളെ ഞാൻ എടുത്തുള്ളൂ. വീണ്ടും ഡീലിമിറ്റേഷൻ എന്ന് വിചാരിക്കാം. ഡീലിമിറ്റഡ് ടു ഗവൺമെന്റ് സ്കൂൾസിലെ മാത്രമേ എടുത്തുള്ളൂ. നൗ എനിക്ക് ഒരു ഡീലിമിറ്റേഷൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും? ഓൾ ദ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് ഇത് തന്നെ ആയിരിക്കും. എനിക്ക് ഒരു ഡീലിമിറ്റേഷനും ഇല്ലെങ്കിൽ എന്റെ പോപ്പുലേഷൻ എന്തായിരിക്കും? പോപ്പുലേഷൻ വിൽ ബി സെയിം ഓൾ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ്. പക്ഷേ ഇവിടെ എനിക്ക് എന്തുണ്ട്? എനിക്ക് ഡീലിമിറ്റേഷൻ ഉണ്ട്. ആ ഡീലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് ദിസ് ഈസ് നോട്ട് മൈ population മാറി. വാട്ട് ഈസ് മൈ പോപ്പുലേഷൻ നൗ? ലെറ്റ് മീ റൈറ്റ് ഡൗൺ ദ പോപ്പുലേഷൻ നൗ. എന്റെ പോപ്പുലേഷൻ ഡീലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് എന്തായി? ഓൾ ദ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് belonging to government schools following state syllabus of all the secondary school students or belonging to government school following the state syllabus of what? Of Malappuram and Calicut. Consists of my population. ഇതാണ് എന്റെ പോപ്പുലേഷൻ. നേരത്തെ എന്തായിരുന്നു? ഓൾ ദ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് എഴുതിയാൽ മതിയായിരുന്നു എനിക്ക് ഡീലിമിറ്റേഷൻ ഇല്ലെങ്കിൽ. വൺസ് ഐ ഹാവ് ഡീലിമിറ്റേഷൻ, നമ്പർ ഓഫ് ടോട്ടാലിറ്റി വിൽ ബി, ദാറ്റ് ഈസ് പോപ്പുലേഷൻ വിൽ ബി another. Okay, sometimes people use both interchangeably. ഓരോന്നും മാറി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എക്സാക്ട്ലി നമ്മൾ when you specifically read it, you will get this kind of explanation. Universe എന്ന് പറയുന്ന ടോട്ടാലിറ്റി ആണ്. But population is not always universe, or universe is not always population. If you have delimitation, universe will be as such, but the population will be shrinking into a small level, or ഒരു ചെറിയ രീതിയിലേക്ക് അത് മാറാൻ സാധ്യതയുണ്ട്. അതാണ് ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ ഞാൻ എല്ലാവരും എടുത്തില്ല. കാലിക്കറ്റിലെ മലപ്പുറത്തെ കുട്ടികളെ മതി, എനിക്ക് സ്റ്റേറ്റ് സിലബസ് മതി, ഗവൺമെന്റ് സ്കൂൾസ് മതി. അപ്പൊ എന്റെ കുട്ടികള്, കേരളത്തിലെ എല്ലാ കുട്ടികളും എന്റെ പരിധിയിൽ വരുന്നവരല്ല. സെക്കൻഡറി സ്കൂൾസ് ആണ്, അതിൽ ഗവൺമെന്റ് സ്കൂൾസ് ആണ്, സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്നവരാണ്, മലപ്പുറം കോഴിക്കോട് ഉള്ളവരാണ്. ഇതാണ് എന്റെ പോപ്പുലേഷൻ. ഇനി വാട്ട് ഈസ് സാമ്പിളിംഗ്? The process of selecting sample is known as sampling. Process of selecting sample. Sample select ചെയ്യുന്ന രീതിയാണ് sampling. Process of selecting sample is known as sampling. What is actually sample? ഇനി എന്താണ് ഒരു sample എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? It is a representative
part of the population. Population representative part ആണ് sample എന്ന് പറയുന്നത്. It is not a totality. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ we are not taking the population. എല്ലാവരെയും പോയി പഠിക്കില്ല. എല്ലാവരെയും പോയി പഠിച്ചാൽ അതിനെ നമ്മൾ സെൻസസ് എന്നാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്നത് സർവേ ആണ്. സർവേയിൽ എല്ലാവരും ഇല്ല, ഒരു representation മാത്രമേ സർവേയിൽ വരൂ. Survey is based on a specific group, a part of population. ഒരു പോപ്പുലേഷന്റെ ഒരു പാർട്ടാണ് സർവേയിൽ വരുന്നത്. അപ്പോ സാമ്പിളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അപ്പൊ സാമ്പിൾ എന്താ നിങ്ങൾക്ക് അറിയാം. ഇപ്പം ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സാമ്പിൾ എന്തൊക്കെയാണ്? സാമ്പിളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് should be representative ആയിരിക്കണം. It should be miniature of the miniform of the population. Miniature of population. Population miniature ആയിരിക്കണം, or we can call it as a cross section of the population. Population ഒരു cross section ആയിരിക്കണം. All properties should be shown. എല്ലാ പ്രോപ്പർട്ടീസും കാണിച്ചിരിക്കണം. ഇപ്പൊ നിങ്ങൾ ഗവൺമെന്റ് സ്കൂൾ പറയുമ്പോഴേ റൂറൽ ഗവൺമെന്റ് സ്കൂൾ വേണം, അർബൻ ഗവൺമെന്റ് സ്കൂളിലും വേണം. നന്നായി പെർഫോം ചെയ്യുന്ന ഗവൺമെന്റ് സ്കൂൾ വരണം, പെർഫോം ചെയ്യാത്ത ഗവൺമെന്റ് സ്കൂളുകൾ വേണം. ബോയ്സ് സ്കൂൾ വേണം, ഗേൾസ് സ്കൂൾ വേണം, മിക്സഡ് സ്കൂളുകൾ വേണം. എല്ലാ കാറ്റഗറീസും ഉൾക്കൊള്ളുന്നതായിരിക്കണം നിങ്ങൾ എടുക്കുന്ന സാമ്പിൾ. പോപ്പുലേഷന്റെ ഒരു ക്രോസ് സെക്ഷൻ ആയിരിക്കണം, ഒരു മിനിയേച്ചർ ആയിരിക്കണം, ഒരു റെപ്രസെന്റേറ്റീവ് പാർട്ട് ആയിരിക്കണം. ഇതാണ് പോപ്പുലേഷൻ ആൻഡ് സാമ്പിളിംഗ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. വി ഹാവ് എ ഫ്യൂ മിനിറ്റ്സ്, വി ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻ. അതർവൈസ് സാമ്പിളിംഗിലേക്ക് നമുക്ക് പോകണം. ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ആണ്. അത് വളരെ സിഗ്നിഫിക്കന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞതിൽ നിന്നും സ്കോപ്പ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് ഒരു സാധ്യതയുള്ളതാണ്. പ്രോബ്ലംസ്, സെലക്ഷൻ ഓഫ് ദ പ്രോബ്ലം ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പ്രോബ്ലം എങ്ങനെ പ്രോബ്ലം സെലക്ട് ചെയ്യുന്നു, പ്രോപ്പർട്ടീസ് ഓഫ് എ പ്രോബ്ലം, അങ്ങനെ. പിന്നെ നമ്മൾ വരുന്ന ടൈപ്സ് ഓഫ് റിസർച്ച്, സോഷ്യൽ സയൻസ് റിസർച്ചിൽ ടൈപ്സ് ഓഫ് റിസർച്ച് ചോദിക്കാം. അത് ഓരോന്ന് എഴുതുമ്പോഴും വിത്ത് ആൻ എക്സാമ്പിൾ യു ഹാവ് ടു റൈറ്റ്. നെക്സ്റ്റ് ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റേജസ് ഓഫ് റിസർച്ച് ആണ്. അത് കംപ്ലീറ്റ് ആയില്ല, സ്റ്റേജസ് ഓഫ് റിസർച്ച്. അതുപോലെ തന്നെ വളരെ സിഗ്നിഫിക്കന്റ് ആയ ഒന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് തമ്മിലുള്ള ഡിഫറൻസസ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്. സിഗ്നിഫിക്കൻസ് ഓഫ് റിവ്യൂ മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വൈ റിവ്യൂ ഈസ് സിഗ്നിഫിക്കന്റ്? റിവ്യൂ എങ്ങനെയാണ് ചെയ്യുന്നത്? സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ എന്തൊക്കെയാണ്? പ്രൈമറി സോഴ്സ്, സെക്കൻഡറി സോഴ്സ്. സെക്കൻഡറി സോഴ്സിൽ വരുന്നത് വിത്ത് എക്സാമ്പിൾ. എന്തിനാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്? ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനാണ്, പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, പുതിയ മെത്തേഡോളജി മനസ്സിലാക്കാൻ, ന്യൂ അപ്രോച്ചസ് മനസ്സിലാക്കാൻ, വൈഡായിട്ട് നടത്തിയിരിക്കുന്ന സാമ്പിളിംഗ് ടെക്നിക്കുകൾ മനസ്സിലാക്കാൻ, പുതിയ ടൂളുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, ആൾറെഡി അവൈലബിൾ ആയ ടൂൾസുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുണ്ട്, റിസൾട്ടിന്റെ ട്രെൻഡ് അറിയാൻ വേണ്ടിയിട്ട്, ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെയാണ് റിവ്യൂ ചെയ്യുന്നത്. ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി എന്നുള്ളത് ഫസ്റ്റ്, ബാക്കിയെല്ലാം നമ്മൾ ചെയ്യും. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹൈപ്പോത്തസിസ്. വൈ ഹൈപ്പോത്തസിസ്? What is hypothesis? What are the types of hypothesis when we use null hypothesis? Sometimes നമ്മൾ 2 മാർക്കിന് 1 മാർക്കിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് വരുന്നുണ്ട്, അതിൽ ചോദിക്കുന്നതാണ് null hypothesis. അപ്പൊ എന്താണ് null hypothesis എഴുതുകയും അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതുകയും ചെയ്താൽ മതി. Null hypothesis used when we test the hypothesis. It is stated in the negative form. An example: there is no relationship between example. There is no difference between example.
ഇങ്ങനെ നമുക്ക് ക്ലാരിറ്റി വരുത്താൻ പറ്റും. ദെൻ നമ്മൾ പറഞ്ഞ ഒരു കാര്യമായിരുന്നു പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ. സാമ്പിൾ എന്താണ്, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചിലപ്പോൾ ചോദിക്കാം. വാട്ട് ഈസ് സാമ്പിൾ? വാട്ട് ഡു യു മീൻ ബൈ സാമ്പിൾ? വാട്ട് ഡു യു മീൻ ബൈ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സാമ്പിൾ? പിന്നെ നമ്മൾ മെത്തേഡിൽ പറഞ്ഞ സ്പെസിഫിക് ആയി ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എക്സ്പോസ്റ്റ് ഫാക്ടോമെറ്റർ. It is also known as causal comparative design, causal comparative research, exposed factometer. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. Otherwise we will stop today and we'll see tomorrow. Questions ഉണ്ടെങ്കിൽ ചോദിക്കാം. Happy to have some questions. Sir. Yes. Thank you for the session. ഒരു ഡൗട്ട് ആയിരുന്നു സർ. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സാമ്പിളിനെ കുറിച്ച് പറഞ്ഞല്ലോ നമ്മളിപ്പോ. അതില് യു ആർ ടെല്ലിംഗ് all properties should be shown. So how do we actually select on these properties? I mean, because it can have a wide variety. How do we actually confirm that we have chosen all the properties? Okay. Yes. ഇപ്പൊ നമ്മള് വൈഡ്ലി എല്ലാ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ജനറൽ പ്രോപ്പർട്ടീസ് ഐ ആം ടേക്കിംഗ് ഇൻടു അക്കൗണ്ട് certain major aspects. For example, you are talking about workers. ഒരു ലൊക്കാലിറ്റിയിലെ വർക്കേഴ്സിന്റെ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങൾ നോക്കുന്നത്. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് വർക്കേഴ്സ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് പീപ്പിൾ. അപ്പൊ ഇത് നോക്കുമ്പോൾ പല തരത്തിലുള്ള വർക്ക് എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. വി ഹാവ് പ്രൊഫഷണൽസ് ഇൻ ദ, ഫോർ എക്സാമ്പിൾ യു ആർ ടേക്കിംഗ് കൊച്ചിയിൽ എടുക്കുമ്പോൾ നിങ്ങൾ പ്രൊഫഷണൽസ് ഉണ്ട് ഓഫ് വേരിയസ് കൈൻഡ്സ്. യു ഹാവ് ഡോക്ടേഴ്സ്, യു ഹാവ് എഞ്ചിനീയേഴ്സ്, ടീച്ചേഴ്സ് ഉണ്ട്, പോലീസ് പീപ്പിൾ ഉണ്ട്, ദെൻ ടെക്നോക്രാറ്റ്സ് ഉണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രൊഫഷണൽ കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്, മേസൺസ്, അങ്ങനെ കുറെ കാറ്റഗറീസ്, കാർപ്പന്റർ, ആർട്ടിസ്റ്റുകള്, പല കാറ്റഗറിയിൽ. ഫോർ എക്സാമ്പിൾ ആർട്ടിസ്റ്റ്. അപ്പൊ ഇവര് നിങ്ങളുടെ പോപ്പുലേഷൻ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. പിന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബറേഴ്സ് ഉണ്ട് പലതരത്തിലുള്ള, അല്ലെങ്കിൽ അൺസ്കിൽഡ്, ഇറ്റ് ഈസ് നോട്ട് ട്രെയിൻഡ് ബട്ട് ദേ ആർ സ്കിൽഡ്, അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരും പല കാറ്റഗറി. അതുപോലെ തന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള മാനുവൽ ലേബറേഴ്സ് ഉണ്ട്, ഹോം മേക്കേഴ്സ് ഉണ്ട്, മെയ്ഡ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള പല കാറ്റഗറീസ് ഓഫ് ആളുകൾ നമുക്കുണ്ട്. അപ്പൊ ഇവരെല്ലാം നമ്മള് ആ ഒരു സെഗ്മെന്റിനെ എല്ലാം നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. വർക്കേഴ്സിനെ പറയുമ്പോൾ പല വർക്കേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഡീലിമിറ്റ് ചെയ്യണം. ദ സ്റ്റഡി ഈസ് ഡീലിമിറ്റഡ് ടു പ്രൊഫഷണൽസ്. അപ്പൊ പ്രൊഫഷണൽസിനെ മാത്രം ഞാൻ എടുക്കുന്നു. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, ടീച്ചേഴ്സ്, പോലീസ്മെൻ, ടെക്നോക്രാറ്റ്സ്, ഇവരെ മാത്രമാണ് ഞാൻ എടുത്തത്. അതിൽ നിന്ന് ഞാൻ സാമ്പിൾ എടുത്തു. അതായത് സാമ്പിൾ എടുക്കുമ്പോൾ ഇപ്പൊ എനിക്ക് ഡോക്ടേഴ്സും പ്രൊഫഷണൽസ് ഉണ്ടെങ്കിൽ ഞാൻ സാമ്പിൾ എടുക്കുമ്പോഴും ഡോക്ടേഴ്സ് സാമ്പിൾ വരണം, എഞ്ചിനീയർമാരും എന്റെ സാമ്പിൾ ആയിട്ട് വരണം, അല്ലെങ്കിൽ എന്റെ സ്റ്റഡി കംപ്ലീറ്റ് ആവുന്നില്ല, സാമ്പിൾ പ്രോപ്പർ ആവുന്നില്ല. ടീച്ചേഴ്സ് പ്രൊഫഷണൽ കാറ്റഗറി ഞാൻ എടുത്താൽ അവരെന്റെ സാമ്പിളിൽ വരണം. അതാണ് ഉദ്ദേശിച്ചത്. മാക്സിമം പോസിബിൾ ആയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു വൈഡ് വെറൈറ്റി ആയതുകൊണ്ട്, അല്ലെങ്കിൽ വൈഡ് പോപ്പുലേഷൻ ആവുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ട് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ പോസിബിൾ ആയ, നേരത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഗവൺമെന്റ് സ്കൂൾ നമുക്കുണ്ട്. ഈ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ എങ്ങനെയുള്ള സ്കൂളുകൾ ഉണ്ടായിരിക്കും? ഗവൺമെന്റ് സ്കൂളുകളിൽ തന്നെ എങ്ങനെയുള്ള സ്കൂൾ ഉണ്ടായിരിക്കും? ലാർജ് സ്കൂളുകൾ ഉണ്ടായിരിക്കും, സ്മോൾ സ്കൂളുകൾ ഉണ്ടായിരിക്കും, വലിയ സൈസ് ഉള്ള സ്കൂളുകൾ. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ മലപ്പുറത്തെ പല സ്കൂളുകളും വലിയ സൈസ്, ലാർജ് സൈസ് സ്കൂളുകളാണ്. ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ ഉള്ള പല സ്കൂളുകൾ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ഡിവിഷൻസ് ആണ്. നമുക്ക് ചിലപ്പോൾ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. പല ഗവൺമെന്റ് സ്കൂളിലും 1-2 ഡിവിഷൻ ഉണ്ടായിരിക്കും. സ്കൂളുകൾ, ഹൈസ്കൂളുകളിലൊക്കെ ഒരു ഡിവിഷൻ വെച്ചൊക്കെ ഓടുന്നുണ്ട്. പക്ഷെ മലപ്പുറത്തോ അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ LM വരെയുള്ള ഡിവിഷൻസ് ഒക്കെയാണ്. 12-15 ഒക്കെ ഡിവിഷൻസ് ആണ് ഓരോ സെക്ഷൻസ് ഉള്ളത്. 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 15 ഡിവിഷൻ ഒക്കെ ഇരിക്കുന്ന സ്കൂളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്കൂളുകളെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഒന്ന്. വേറൊരു കാറ്റഗറി നമ്മൾ റൂറൽ ഏരിയയിലെ ഗവൺമെന്റ് സ്കൂളുകളെ എടുക്കണം, അർബൻ ഏരിയയിലെ സ്കൂളുകളെ എടുക്കണം. വേറെ കാറ്റഗറി കോ എഡ്യൂക്കേഷൻ കൊടുക്കുന്നവരെ, അതുപോലെ തന്നെ സെപ്പറേറ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ബോയ്സ് ഗേൾസ് കൊടുക്കുന്ന സ്കൂളുകളെ എടുക്കണം. ബോയ്സ് സ്കൂള്, ഗേൾസ് സ്കൂൾ, അങ്ങനെ എടുക്കണം. പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ പെർഫോമിംഗ് സ്കൂളുകൾ എടുക്കണം, അണ്ടർ പെർഫോമിംഗ് സ്കൂളുകൾ എടുക്കണം. ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണ് സാമ്പിൾ ക്ലിയർ ആവുക.
ഓക്കെ സർ, ഓക്കെ. ആൻഡ് അതേപോലെ സർ ഈ നൾ ഹൈപ്പോത്തസിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ സർ? അതിന്റെ ഒരു ക്ലാരിറ്റി കൂടി ഒന്ന് വരാൻ. നമ്മളെ ഒരു ഹൈപ്പോത്തസിസ് പറയുമ്പോൾ എപ്പോഴും ഞാൻ എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അക്കാഡമിക് പെർഫോമൻസ്, ഇന്റലിജൻസ് ഉള്ള കുട്ടികൾക്ക് അക്കാഡമിക് പെർഫോമൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഞാൻ എന്റെ സ്കൂളിൽ പോയി, ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നു, അപ്പൊ എന്റെ സ്കൂളിൽ ഒന്ന് നോക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും, എനിക്കൊരു ക്യൂരിയോസിറ്റി. അപ്പൊ എന്റെ മനസ്സിൽ എന്താണ്, നേരത്തെ സ്റ്റഡിയിലെല്ലാം പറയുന്നു there is a positive relationship between academic performance and intelligence. അപ്പൊ അതിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അത് ആ ഒരു ഇന്റൻഷൻ വെച്ചാണ് പോകുന്നത്. ആ ഇന്റൻഷനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തസിസ് എപ്പോഴും നെഗറ്റീവില് പറയാം, നമ്മള് ഒന്നുകിൽ പോസിറ്റീവ് റിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻ ഉണ്ട് എന്നുള്ളതേ വരുള്ളൂ. കാരണം എന്റെ ഉദ്ദേശം അതാണ്. ഒരിക്കലും നോ റിലേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, നൗ when we are talking about null hypothesis, ഇതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. എന്റെ ഹൈപ്പോത്തസിസ് there is a positive relationship എന്താ പറഞ്ഞാലും അത് ഞാൻ ടെസ്റ്റ് ചെയ്യണം. ഹൈപ്പോത്തസിസ് അവസാനം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന സ്റ്റേജിൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഹൈപ്പോത്തസിസ് ആണ് null hypothesis. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ഹൈപ്പോത്തസിസ് there is a relationship between എന്നാണ്, അതിന് നമ്മൾ null ആയിട്ട് മാറ്റും. ആ സ്റ്റേജ് നമ്മൾ ഇനി പഠിക്കും അത്, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പൊ നമ്മള് there is no relationship between എന്ന് എഴുതും. There is no relationship between x and y. x and y അങ്ങനെ നമ്മൾ എഴുതും. അതാണ്. ഓക്കെ സർ, ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, എന്തെങ്കിലും വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. We'll meet again tomorrow. Okay, sir. It's clear. Okay, sir. Thank you, sir. Thank you. Thank you, sir. 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 Thank you, sir.